योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. दीर्घसंसाररोगस्य विचारो हि महौषधम् कोऽहम् कस्य च संसारः विचारेण विलीयते. യോഗവാസിഷ്ടത്തിലെ ശ്ലോകമാണ്. ഈ സംസാര രോഗത്തിന് ഔഷധം വിചാരമാണ്. വിചാരം എന്താണ്? കോഹം കസ്യച സംസാരഃ വിചാരേണ വിലീയത്തെ. ഞാൻ ആരാണ്? ആർക്കാണ് ഈ ദുഃഖം വന്നിരിക്കുന്നത്? ഈ ദുഃഖിക്കുന്നവൻ ആര് എന്ന വിചാരം കൊണ്ട് വിലീയത്തെ എന്ന്. ഈ ദുഃഖം വിരമിക്കും. എങ്ങനെ സ്വപ്നം വിട്ട് ഉണരുന്ന ആൾക്ക് സ്വപ്നം വിരമിക്കുന്ന പോലെ, സ്വപ്നം അകന്നു പോകുന്ന പോലെ. വിചാരം ഇവിടെ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് പ്രത്യഭിജ്ഞ. ആ പ്രത്യഭിജ്ഞയാണ് നമ്മള് സാധാരണ പറഞ്ഞുകൊണ്ടുവരുന്നത്. കണ്ണട മൂക്കത്ത് വെച്ച് കണ്ണട തെരയുന്ന പോലെ, ആ കണ്ണടയിലൂടെ തന്നെ കണ്ണട തെരയുന്ന പോലെ ബോധത്തിൽ ഇരുന്നുകൊണ്ട്, ബോധമായി ഇരുന്നുകൊണ്ട്, ആ ബോധത്തിൽ ഒരു പ്രത്യേക വ്യക്തിത്വം, കാൽപ്പനികമായ വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് ആ കാൽപ്പനികമായ വ്യക്തിത്വം ബോധത്തിനെ അന്വേഷിക്കുകയാണ്. രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, കള്ളൻ പോലീസിന്റെ വേഷം കെട്ടിയിട്ട് കള്ളനെ തിരയുകയാണ്. ഇയാളുടെ കയ്യിൽ ഒരിക്കലും കള്ളൻ പിടികിട്ടില്ല. പ്രത്യഭിജ്ഞ എന്താണ്? ഈ കണ്ണട മൂക്കത്തുണ്ട് എന്ന് കാണിച്ചു തന്നാൽ ആ ക്ഷണം കാണും. അതിന് സമയത്തിന്റെ ആവശ്യമില്ല. സദ്യോജാതമാണ് അനുഭൂതി. അപ്പൊ തന്നെ പ്രകാശിക്കുന്നതാണ്. അതാണ് ശിവന് സദ്യോജാതൻ എന്നൊരു പേരുണ്ട്. ആ ക്ഷണത്തിൽ പ്രകാശിക്കുന്നത്. എപ്പ ശ്രദ്ധിക്കുന്നുവോ ശ്രദ്ധിക്കുന്ന ക്ഷണത്തിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഗീത. സാധനാവാൻ എന്നല്ല, ഉപാസനാവാൻ എന്നുമല്ല. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ഉണ്ടാകും. ശ്രദ്ധ എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക എന്നൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കാണോ ഈ ശ്രദ്ധ? സ്കൂളിലൊക്കെ പറയുന്ന പോലെ ശ്രദ്ധിച്ചു പഠിക്കണം എന്ന് പറയുന്ന പോലെയാണോ ഈ ശ്രദ്ധ? ശ്രദ്ധ എന്നുള്ളത് മനസ്സിന്റെ ഒരു പ്രക്രിയയല്ല. ശങ്കരാചാര്യർ തന്നെ ശ്രദ്ധയെ ഡെഫിനിഷൻ ചെയ്യുന്നത് ഒരു ക്ഷണം കൊണ്ട് സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന ശക്തി എന്നാണ്. സമയത്തിന്റെ ഗ്യാപ്പ് തന്നെ ഇല്ലാതെ എ സഡൻ ഇൻഫ്ലക്സ് ഓഫ് ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ഷണത്തിൽ തന്നെ ഉണ്ടാകുന്ന മാനസികമല്ലാത്ത ഒരു വ്യാപാരം കൊണ്ട് സത്യം പ്രകാശിക്കുമെങ്കിൽ ആ സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിക്ക് പേരാണ് ശ്രദ്ധ. ആ പ്രോസസ്സാണ് പ്രത്യഭിജ്ഞ. ഒരു മുറിയിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും കാട്, ഇരുട്ട്, നമ്മൾക്ക് വഴി തെറ്റിപ്പോയി എവിടെങ്കിലും ഒരിടത്ത് ഒരാശ്രയം അന്വേഷിച്ച് നടക്കുമ്പോ ദൂരത്ത് നിന്നും ഈ വിളക്കിന്റെ കിരണം കാണുന്നു. ഈ കിരണത്തിനെ പിന്തുടർന്ന് നമ്മൾ ആ വിളക്ക് വച്ചിരിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ എത്തുന്നു.
വാതില് തുറക്കുമ്പോ വിളക്ക് കാണുന്നു. ഇപ്പൊ വിളക്കിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ്? വീടാണോ? അല്ല. ഇരുട്ടാണോ? അല്ല. വിളക്ക് തന്നെയാണ് വിളക്കിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ ദീപം തന്നെയാണ് ദീപത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്, മറ്റൊന്നുമല്ല. ദീപത്തിന്റെ ഒരു കിരണം തന്നെയാണ് ദീപത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതേപോലെ നമ്മളുടെ സ്വരൂപത്തിന്റെ തന്നെ ഒരു കിരണമാണ് ശ്രദ്ധ. ആ കിരണം മനോമണ്ഡലത്തിലൂടെ പുറമേക്ക് വരുമ്പോ നമ്മൾ അതിനെ ശ്രദ്ധ എന്ന് വിളിക്കുന്നു. സ്വരൂപത്തിൽ ഏർപ്പെടുന്ന അറ്റൻഷനാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ വസ്തു പ്രകാശിക്കും. അതാണ് സദ്യ എന്ന് വെച്ചാൽ അപ്പ തന്നെ, കേൾക്കുമ്പോ തന്നെ, ആ സമയം തന്നെ. വിനാ അന്തരം, അന്തരം വിനാ, ഒരു അന്തരം കൂടാതെ പ്രത്യഭിജ്ഞ ഉണ്ടാകും. ആ പ്രത്യഭിജ്ഞയ്ക്കാണ്, ആ പ്രത്യഭിജ്ഞ ഉണ്ടാക്കുന്ന വിചാരം ആത്മവിചാരമാണ്. അത് ഉത്തമമായ ആത്മവിചാരത്തിനുള്ള ഡെഫിനിഷനാണ്. തത്വമസി എന്ന് പറഞ്ഞതും വസ്തുജ്ഞാനം ഉദിക്കുന്നു. കേൾക്കുമ്പോ തന്നെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ചെതറിക്കിടക്കുന്ന ശ്രദ്ധ, ശ്രദ്ധ തന്നെയാണ് അശുദ്ധമാകുമ്പോ മനസ്സാവുന്നത്. ശ്രദ്ധ തന്നെയാണ് അശുദ്ധമാകുമ്പോ ഇന്ദ്രിയങ്ങളാവുന്നത്. ശ്രദ്ധ തന്നെയാണ് വെളിയിലുള്ള അനേക രൂപങ്ങൾ പൂണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ യോ യത് ശ്രദ്ധ സയേവ സഹ എന്ന് പറഞ്ഞത്. ശ്രദ്ധാമയോയം പുരുഷ, ഈ പുരുഷൻ തന്നെ ശ്രദ്ധാമയനാണ് എന്നാണ്. ഈ പുരുഷൻ തന്നെ ശ്രദ്ധാമയനാണ്. ഈ രഹസ്യമൊക്കെ അറിഞ്ഞാണ് ഋഷികൾ നമ്മളുടെ ജീവിത പദ്ധതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഋഗ്വേദത്തിൽ ഒരു സൂക്തം ശ്രദ്ധാസൂക്തമാണ്. ഒരു സൂക്തം തന്നെ ശ്രദ്ധാസൂക്തം എന്നൊരു സൂക്തമുണ്ട്. എന്താന്ന് വെച്ചാൽ അവര് കണ്ടെത്തി ജീവിതത്തിനെ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത് മനസ്സുമല്ല, ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല, ഈ ശ്രദ്ധയാണ്. അതുകൊണ്ട് ശ്രദ്ധാമയോയം പുരുഷ, ശ്രദ്ധാമയനാണ് പുരുഷൻ. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ശ്രദ്ധ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന ശക്തിയാണ്. പക്ഷെ ആ ശ്രദ്ധ പല കാരണങ്ങളാലും അശുദ്ധപ്പെട്ട് കഴിയുമ്പോ ചിത്തമായി രൂപം പോണ്ട്, ചിത്തം അധ്യവസായമായി രൂപം പോണ്ട്. അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജന്മത്തിന് ശേഷമുള്ള നമ്മളുടെ സകല വ്യാപാരത്തിനെയും നിയന്ത്രണം ചെയ്യുന്നത് ആ അധ്യവസായമാണ്. ആ അധ്യവസായത്തിന്റെ കൺട്രോളിലാണ് ഇയാളുടെ സകല ചലനവും. ഇനി അതിനുശേഷം അയാളുടെ അടുത്ത് എന്തു പറഞ്ഞാലും ഏശില്ല. അതുകൊണ്ടാണ് ഈ ജന്മശുദ്ധി വേണം, ജന്മശുദ്ധി വേണം എന്നൊക്കെ പറയുന്നത്. കുറച്ച് അതിന് മുമ്പ് തൊട്ട് തന്നെ തുടങ്ങണം അത്രേ, എന്നാൽ വളരെ എളുപ്പമായി എന്നാണ്. പക്ഷെ ഇനിയിപ്പോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ശുദ്ധിയാണ് നമ്മളെ സത്സംഗത്തിലേക്കും ബ്രഹ്മവിദ്യയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത്. വരാൻ കൂട്ടാക്കാത്ത ആളുകളെ കുറിച്ച് നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. എന്നുവെച്ചാൽ അവർക്ക് അതിനായിട്ടില്ല എന്നർത്ഥം. ആദ്യത്തെ അധ്യവസായം വേറെയാണ്. അതുകൊണ്ട് ആ ജീവൻ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് വരണം എന്ന് പ്രതീക്ഷിച്ച് വിഷമിച്ച് നമ്മളുടെ ശ്രദ്ധയെ അശുദ്ധപ്പെടുത്തരുത്. നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും. നമ്മളുടെ മനസ്സിൽ 1000 കുഴപ്പങ്ങൾ ഉണ്ടാവട്ടെ, ശരീരത്തിൽ അനേകം ദൗർബല്യങ്ങൾ ഉണ്ടാവട്ടെ, നമ്മളുടെ ഉള്ളിലുള്ള ശ്രദ്ധാശക്തി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജീവൻ മുക്തമാകണം എന്ന്. ഇനിയിപ്പോ ആ ശ്രദ്ധ ശുദ്ധമാവണം, അത്രയേ ഉള്ളൂ. ശ്രദ്ധ എങ്ങനെ ശുദ്ധമാവും? ശ്രദ്ധ ശുദ്ധമാവണമെങ്കിൽ തപസ് വേണം. തപസ് വേണമെങ്കിലോ ശുദ്ധമായ ആഹാരം ഉള്ളിൽ ചെല്ലണം. ആഹാരം എന്ന് വെച്ചാല് വായ കൊണ്ട് എടുക്കുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട് ഒക്കെ
ആഹ്രിയത്തെ ഇതി ആഹാര. ഉപനിഷത്ത് ശ്രദ്ധയ്ക്ക് പടിപടിയായി ശ്രദ്ധ സാക്ഷാത്കാരത്തിന് കൊണ്ടുപോകുന്ന മന്ത്രമുണ്ട്. യാഭിരാദിത്യസ്തപതി താഭിഃ പർജന്യോ വർഷതി പർജന്യേന ഓഷധി വനസ്പതയഃ പ്രജായന്തെ ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഃ പ്രാണൈർബലം ബലേന തപസ് തപസാ ശ്രദ്ധാ ശ്രദ്ധയാ മേധാ മേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിഗ് സ്മൃത്യാ സ്മാരഗ് സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി. സൂര്യൻ പ്രകാശിക്കുന്നതുകൊണ്ട് പർജന്യോ വർഷതി, മഴ പെയ്യുന്നു. പർജന്യേന ഓഷധി വനസ്പതയഃ പ്രജായന്തെ, മഴയിൽ നിന്നും ഓഷധി വനസ്പതികളൊക്കെ ഉണ്ടാകുന്നു. അതിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു. അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് പ്രാണൻ ഉണ്ടാകുന്നു. പ്രാണൻ എന്ന് വെച്ചാൽ ഊർജം ഉണ്ടാകുന്നു. പ്രാണനിൽ നിന്നും എന്തിനാ പ്രാണൻ? ബലമുണ്ടാവാൻ. ബലമുണ്ടായാൽ തപസ്, തപസ്സുകൊണ്ട് ശ്രദ്ധ, ശ്രദ്ധ കൊണ്ട് പടിപടിയായി ശ്രവണമനന നിധിധ്യാസന വിചാര ഉപാസനാദികളൊക്കെ കൊണ്ട് ആത്മാനം വേദയതി, ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മാവിനെ അറിയിപ്പിച്ചു തരുന്നു ശ്രദ്ധ. അപ്പൊ ഇതിനൊക്കെ ശ്രദ്ധ കാരണമാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ, ശ്രദ്ധ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ വിചാരിച്ചത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഉപാസന കൊണ്ടും ശുദ്ധി കൊണ്ടും ആഹാരശുദ്ധി കൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും മനോനിഗ്രഹം കൊണ്ടും മൊത്തത്തിലുള്ള സംസ്കൃതമായ ജീവിതം കൊണ്ടും വിഹിതമായ വിഷയങ്ങളിലൂടെ രാഗദ്വേഷമില്ലാതെ യാത്ര ചെയ്യുന്നത് കൊണ്ടും ശ്രദ്ധ എന്നുള്ള അപൂർവ ശക്തി ഉള്ളിൽ ഉദിക്കും. ശ്രദ്ധ ഉദിച്ചാൽ ഇപ്പൊ ഈ പറയുന്ന പ്രത്യഭിജ്ഞ പെട്ടെന്നുണ്ടാകും. കേൾക്കുമ്പോ തന്നെ ശ്രദ്ധ ഉദിച്ച ആൾക്ക് അരണി കടയുമ്പോ അഗ്നി ഉണ്ടാവുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള അശുദ്ധികളൊക്കെ കടഞ്ഞു മാറ്റപ്പെടുന്നതോടുകൂടെ ശ്രദ്ധ ഉള്ളിൽ ഉദിക്കുകയും, ശ്രദ്ധ ഉദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുറമേക്ക് ആചാര്യന്മാരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ആശ്ചര്യപ്പെട്ടു തുടങ്ങും. നമ്മളെക്കുറിച്ച് തന്നെ ആശ്ചര്യപ്പെട്ടു തുടങ്ങും. ഞാൻ ആരാണ്? എന്റെ സ്വരൂപം എന്താണ്? എന്താണ് എന്റെ ഉള്ളിൽ നടക്കുന്നത്? എന്റെ ഉള്ളിൽ നടക്കുന്ന ചലനങ്ങളെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങും. ആ ചലനങ്ങളുടെയൊക്കെ മൂലമായ ഒരു ചലനമുണ്ട്, ഞാൻ എന്നുള്ള ചലനം. ബാക്കിയുള്ള ചലനങ്ങളുടെയൊക്കെ സെന്റർ ഈ ചലനമാണ്. ഈ ഒരു ചെറിയ ഒരു സ്പന്ദനത്തിൽ നിന്നാണ് ചിത്തം സ്പന്ദിച്ച് പൊന്തുന്നതും ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നതും ശരീരം ഉണ്ടാവുന്നതും പ്രപഞ്ചം അനുഭവപ്പെടുന്നതും. സകല സ്പന്ദനങ്ങൾക്കും മൂലമായ സ്പന്ദനം, പ്രിമോർഡിയൽ വൈബ്രേഷൻ ആണ് ഞാൻ എന്നുള്ള ചലനം. നമ്മൾ ദിവസം ഉറങ്ങുമ്പോ ഈ ചലനം എവിടെയോ ലയിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പ്രഥമമായിട്ട് ഉണ്ടാവുന്ന ചലനം ഒരുപക്ഷെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ചലിക്കും. അതാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ തന്നെ അത് അല്പം ഒന്ന് ചലിക്കുമ്പോ സ്വപ്നലോകത്തിൽ നമ്മൾ അവ്യക്തമായ ഒരു വ്യക്തിത്വത്തോടുകൂടെ പൊന്തിയിട്ട് പിന്നെ ജാഗ്രതത്തിൽ സ്ഥൂലമായി പൊന്തും. ഉറങ്ങാൻ പോകുമ്പോ സ്ഥൂലമായി ഘനീഭവിച്ചിരിക്കുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി അല്പം ദ്രവിച്ച് സ്വപ്നലോകത്തിലേക്ക് പോയിട്ട് ലയിച്ചു ചേരും. ഈ വ്യക്തിത്വം ദിവസവും ഇല്ലാതാവുന്നതും വ്യക്തിത്വം ഉണ്ടാവുന്നതും നമ്മൾ ദിവസം കാണുന്നുണ്ട്. ലയിക്കുന്നതും പൊന്തുന്നതും കാണുന്നുണ്ട്. പക്ഷെ ലയിക്കുന്നതും പൊന്തുന്നതും എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവ്യക്തമായ ഒരു മറയിൽ ചെന്ന് ലയിക്കുകയും അവ്യക്തത്തിൽ നിന്ന് പൊന്തുകയും ചെയ്യും. ആ അവ്യക്തം എന്തുകൊണ്ടുണ്ടായി? ശ്രദ്ധ തെളിയാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് സമാധിയായിരിക്കും. അവിടെ വാസനയുണ്ട്, വാസനയുടെ പടലമുണ്ട്. ആ വാസനയുടെ പടലത്തിൽ ചെന്ന് ലയിക്കുകയും വാസനയുടെ പടലത്തിൽ നിന്ന് തന്നെ വ്യക്തിത്വം ഉദിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ചലനത്തിനെ നമ്മൾ ദിവസം കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കണില്ല.
നമ്മളിൽ നടക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കണില്ല. നമ്മളിൽ എല്ലാ പ്രക്രിയകളും നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണില്ല. പിണ്ടാണ്ടത്തിനെ ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ മനസ്സിലാവും. തന്നെ ശ്രദ്ധിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യം മനസ്സിലാവും. തന്നെ ശ്രദ്ധിച്ചാൽ ഈശ്വരനെ കണ്ടെത്താൻ നോക്കും. അപ്പൊ ഈ തന്നെ ശ്രദ്ധിക്കുന്നതാണ് പ്രത്യഭിജ്ഞ. വളരെ പക്വമായ ജീവന് ഒരു ക്ഷണനേരം കൊണ്ട് പ്രത്യഭിജ്ഞ കൊണ്ട് ജ്ഞാനം തെളിയും. അങ്ങനെ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിചാരത്തിനെ ഉപാസനയായിട്ട് ചെയ്യണം. വിചാരത്തിനെ തന്നെ യോഗം ആയിട്ട് ചെയ്യണം. യോഗമായിട്ട് വിചാരം അനുഷ്ഠിക്കണം. യോഗമായിട്ട് വിചാരത്തിനെ എങ്ങനെ അനുഷ്ഠിക്കും? സാധാരണ ലോകത്തിൽ ഉള്ള ഒരു പ്രക്രിയ, ജനറലായിട്ട് ഹിന്ദുമതത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തിലും ഒക്കെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, ജപം. ജപം പതുക്കെ പതുക്കെ യോഗമാണത്. മനസ്സ് ശബ്ദായമാനമാണ്. ധ്വനി സ്ഥൂലം, വൈഖരിയാണ്. ഞാനിപ്പോ പറയുന്ന വാക്കുകൾ വൈഖരിയാണ്, ശബ്ദം. ഇതിന് പുറകിൽ ഞാനിപ്പോ ഉച്ചരിച്ചിട്ടില്ലെങ്കിലും ഈ ശബ്ദമൊക്കെ സൂക്ഷ്മമായി പുറപ്പെടും. സൂക്ഷ്മമായി പുറപ്പെടുന്നത് മനോമണ്ഡലത്തിലാണ്. അതിനും പുറകിൽ ഒരു ചെറിയ ചലനമുണ്ട്, ഉച്ചരിക്കാനുള്ള ഒരു അർജ്. ആ അർജുനും പുറകില് അതും ശമിച്ച് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഉള്ള ഓരോ ചലനവും ശമിപ്പിക്കുന്നതിന് പേരാണ് വാങ്നിരോധം. വാക്കിനെ നിരോധിപ്പിക്കാന്ന് വെച്ചാൽ വായടച്ചാൽ ആദ്യത്തെ ശബ്ദത്തിനെ അടക്കാം. കുറെയൊക്കെ അതുകൊണ്ട് ബലം കിട്ടും, വാങ്മൗനം കൊണ്ട്. പിന്നെ ഉപാംശു മൗനം, നാവ് ചലിക്കുന്നത് പോലും നിർത്തിയാൽ ആ മണ്ഡലവും നിന്നു. പിന്നെ ഈ ചെറിയ അർജു, ഉച്ചരിക്കണം എന്നുള്ള അർജു വരും. ആ അർജുനെ നമുക്ക് ശ്രദ്ധിച്ചാൽ ശബ്ദത്തിന്റെ മുത്തശ്ശനെ കാണാം നമുക്ക്. ഇപ്പൊ ഉച്ചരിക്കുന്നത് ശബ്ദം, അതിന്റെ അച്ഛൻ ഉള്ളിലുണ്ട്, അതിന്റെ മുത്തശ്ശൻ, അതിന്റെ ചലനം, അതിന് നമുക്കുള്ളിൽ കാണാം. അതും ഉദിക്കാത്ത ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ശബ്ദത്തിന് എത്ര പവർ ഉണ്ടോ അതിനേക്കാളും പവർ എപ്പോഴും സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനേക്കാളും പവർ എന്നുള്ളതാണ് നിയമം. നമ്മൾ വിചാരിക്കുന്നു സ്ഥൂലമായി പറഞ്ഞാലേ പവർ ഉള്ളൂ എന്നാണ്. ഈ സൂക്ഷ്മത്തിന് സ്ഥൂലത്തിനേക്കാളും പവറാണ്. ഉച്ചരിക്കുന്നതിനേക്കാളും ഉപാംശുവിനും, ഉപാംശുവിനേക്കാളും മാനസിക്കും പവർ കൂടും. ആ മാനസീ മണ്ഡലത്തിലും ആ ഊർജം ചലിക്കാതെ നിർത്തുമെങ്കിൽ യോഗമായി. അതിനപ്പുറം പോണത് പിന്നെ ഇരിക്കട്ടെ. മാനസീ മണ്ഡലത്തിലും ചലിക്കാതെ, അതിന് മഹാത്മാക്കൾ കണ്ട ഒരു മാർഗമാണ് ജപം. ഒരു മന്ത്രത്തിനെ, മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു അവതാരമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടില്ല. മന്ത്രം എന്ന് വെച്ചാൽ ശബ്ദമല്ല. ശബ്ദം എന്ന് പറയണത് പുറത്തുനിന്ന് ഞാൻ ഉച്ചരിക്കുന്നതാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ അകത്ത് നിന്ന് സ്വതവേ സ്വയമേവ പൊന്തി പുറമേക്ക് ആവിർഭവിച്ച് സ്വേച്ഛയാ ആത്മാവ് തന്നെ സ്വീകരിച്ച ഒരു ശബ്ദശരീരത്തിന് പേരാണ് മന്ത്രം. മനസ്സിലാവുണ്ടോ? അതാണ് ഉപദേശം എന്നൊക്കെ പറയണത്. അവതാരം നമുക്ക് എങ്ങനെ മനസ്സിലാവില്ലയോ അതുപോലെയാണ് ഈ മന്ത്രവും മനസ്സിലാക്കാൻ. മന്ത്രത്തിനും സാധാരണ ശബ്ദത്തിനും എന്താ വ്യത്യാസം? മോഡേൺ മാസ്റ്റേഴ്സ് ഒരുപാട് പേര്, മോഡേൺ സ്പിരിച്വൽ വേൾഡിലുള്ള ഒരുപാട് ഗുരുക്കന്മാര് മന്ത്രജപത്തിനെ കളിയാക്കി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ചിലരെയൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ദൂഷ്യം വരും, അതുകൊണ്ട് പറയാം. ഒരുപാട് അധ്യാത്മ സാധകന്മാര് ഓഷോ, രജനീഷിന്റെ പുസ്തകം വായിച്ച് ആകപ്പാടെ കൺഫ്യൂസായിട്ട് തലയിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി, മനസ്സിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി നല്ല വേദാന്ത മാർഗത്തിൽ മുന്നോട്ടു പോയി കുഴപ്പം സൃഷ്ടിച്ചവരുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ ബ്രില്യന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ഗംഭീരമാണ്. പക്ഷെ സുന്ദരമായ പൂന്തോട്ടം, ധാരാളം കുഴികളുള്ള ഒരു ഡിസെപ്റ്റീവ് പിറ്റ്സ് ഉള്ള ഒരു പൂന്തോട്ടത്തിൽ കടന്നാൽ കാണാൻ വളരെ സുന്ദരമാണ്. എവിടെ കാലുതെറ്റി ഉള്ളിൽ വീഴും എന്ന് പറയാൻ പറ്റില്ല. ആധ്യാത്മികതയിൽ ഇൻസൈറ്റ്സിനേക്കാളും കൂടുതൽ ആവശ്യം ഭക്തിയാണ്.
ഭക്തി എന്ന് വെച്ചാൽ മഹാത്മാക്കളോടും പരമ്പരയോടും സമ്പ്രദായത്തിനോടുമുള്ള റെവറൻസ്. ഈ റെവറൻസ് എന്നുള്ളത് നമ്മളുടെ ഹൃദയത്തിനുള്ള ഏറ്റവും ആർദ്രമായ ഒരു ഭാവമാണ്. ആ ഭാവം ഇല്ലെങ്കിൽ ആധ്യാത്മികത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മുഴുവൻ അദ്ദേഹം നശിപ്പിച്ച് നിങ്ങൾക്ക് തരും. പലയിടത്തും അദ്ദേഹം ജപത്തിനെ കളിയാക്കിക്കൊണ്ട് ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പോരെ, ദോശ ദോശ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ വായിച്ചിട്ട് ശബ്ദമാണ് മന്ത്രം എന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികത പോയി കിട്ടി. മന്ത്രം ശബ്ദമല്ല. രാമാനുജാചാര്യർക്ക് ഗുരു അഷ്ടാക്ഷരം ഉപദേശിച്ചു. ഈ കഥയൊക്കെ ഞാൻ വെറുതെ ചില ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്. അഷ്ടാക്ഷരം ഉപദേശിച്ചപ്പോ ഗുരു പറഞ്ഞു അത്രേ, ഇത് പ്രസിദ്ധമായ ഒരു കഥയാണ്. ഗുരു പറഞ്ഞു അത്രേ, ഈ മന്ത്രം വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു അത്രേ. ഈ അത്രയെന്നൊക്കെ പറയാൻ ചില കാരണമുണ്ട്. അപ്പൊ രാമാനുജാചാര്യർ ഗുരുവിനോട് ചോദിച്ചു അത്രേ, ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്താവും? പറഞ്ഞു കൊടുത്തവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകും, നീ നരകത്തിലേക്ക് പോകും. അപ്പൊ കരുണയാൽ രാമാനുജൻ അമ്പലത്തിലെ ഗോപുരത്തിൽ കയറി നിന്ന് അഷ്ടാക്ഷരത്തിനെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഞാനിതാ അഷ്ടാക്ഷരം തരുന്നു, ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിനെ കാണിക്കാൻ വേണ്ടി ഈ ഒരു കഥ പറയും. ഈ കഥയെ ചന്ദ്രശേഖര ഭാരതി സ്വാമികളോട് ഒരു ഭക്തൻ എടുത്ത് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, രാമാനുജൻ കാരുണ്യം കാണിച്ചു എന്ന് പറയണത് ശരി, പക്ഷെ നമ്മളുടെ ശാസ്ത്രത്തിനെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമായില്ലേ അത്? കാരണം മന്ത്രം എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയണത് നാരോ മൈൻഡഡ്നെസ് കൊണ്ടല്ല, എല്ലാവർക്കും ചേരുന്നതല്ല. ഒരു മന്ത്രം ഒരു മാർഗത്തിൽ ശുദ്ധം വന്ന് കൊടുത്താലേ ശരിയാവുള്ളൂ. അവർക്ക് വഴി കാണിക്കാനുള്ളതാണ് ആ മന്ത്രം, അല്ലാതെ വിളിച്ചു കൂവാനുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഗുപ്തമായി രഹസ്യമായി വെച്ചിരിക്കുന്നത്. അപ്പൊ രാമാനുജൻ ഇങ്ങനെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാരുണ്യം, അദ്ദേഹത്തിനെ വേണമെങ്കിൽ എല്ലാവരും പുകഴ്ത്തുമായിരിക്കും, പക്ഷെ ഈ ശാസ്ത്ര പരമ്പരയെ അദ്ദേഹം അപമാനിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഉത്തരം വളരെ അദ്ഭുതമാണ്. സ്വാമികൾ പറഞ്ഞത്, രാമാനുജൻ അപമാനിച്ചു എന്ന് പറയണ്ട, അദ്ദേഹം വിളിച്ചു പറഞ്ഞത് മന്ത്രമേ അല്ല. അദ്ദേഹം അഷ്ടാക്ഷരി തന്നെയാണല്ലോ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ അഷ്ടാക്ഷരി ആയിരിക്കും, പക്ഷെ അത് മന്ത്രമൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ സ്വാമികളുടെ വ്യാഖ്യാനം ഇന്നത്തെ കാലത്തെ പോലെ അന്നത്തെ കാലത്തും കുറെ ആളുകൾ രാമാനുജനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കും മന്ത്രോപദേശം തരൂ, ഞങ്ങൾക്കും മന്ത്രോപദേശം തരൂ എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാരും ചോദിക്കണു, ഇനിയിപ്പോ ഞാൻ ആർക്കും കൊടുത്തില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഗോപുരത്ത് കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വീകരിച്ചോളാം, പക്ഷെ ഇത് എഫക്റ്റ് ആവില്ല, ഇത് പ്രയോജനപ്പെടില്ല. എന്താന്ന് വെച്ചാൽ ഇത് വെറും ശബ്ദമാണ്. ശബ്ദം മന്ത്രമാവണമെങ്കിൽ അത് അവതാരമായിരിക്കണം. അവതാരം എന്ന് വെച്ചാൽ സ്വയമേവ ഹൃദയത്തിൽ നിന്നും. സാധാരണ നമ്മളുടെ ശബ്ദമൊക്കെ വാസന കൊണ്ട് കളങ്കിതമാണ്, വാസന കൊണ്ട് അശുദ്ധമാണ്, നമ്മളുടെ ഭാവങ്ങൾ കൊണ്ട് അശുദ്ധമാണ്. നമ്മളുടെ ഭാവമണ്ഡലത്തിനെ ഒന്നും സ്പർശിക്കാതെ ഡയറക്റ്റായിട്ട് ബോധമണ്ഡലത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ശബ്ദങ്ങൾക്ക് മാത്രമേ മന്ത്രം എന്ന് പേരുള്ളൂ. അങ്ങനെയുള്ള മന്ത്രങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്ക് കിട്ടുകയോ ആശ്രയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് വന്ന റൂട്ട് നല്ല നിശ്ചയമുണ്ട്. ആ റൂട്ടിലൂടെ നമ്മളെ തിരിച്ച് ആ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബലം അതിനുണ്ട്. നമ്മളുടെ സാധാരണ ശബ്ദത്തിന് വന്ന റൂട്ട് നിശ്ചയില്ല. നമ്മൾ പറയുന്ന സാധാരണ ശബ്ദത്തിനും ചിത്തവൃത്തികൾക്കും വന്ന റൂട്ട് നിശ്ചയില്ല. അതുകൊണ്ട് അത് നമ്മളെ വാസനാ ലോകത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകും, പല മണ്ഡലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഈ ശബ്ദം മന്ത്രമാവുന്നത് അശുദ്ധമില്ലാതെ ഇരുന്നാലാണ്. ആ മന്ത്രജപം കൊണ്ട് ഈ ജീവൻ മനോമണ്ഡലത്തിൽ ഉള്ള ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയും നിശ്ചലമായ സ്വരൂപസ്ഥിതിയിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യും. ഈ ഒരു ഭാവത്തിലാണ് എല്ലാവർക്കും മന്ത്രോപദേശം, മന്ത്രം ജപിക്കുക, മന്ത്രത്തിലേക്ക് വരിക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായത്. പക്ഷേ നമ്മൾ ബാഹ്യമായി ജപിക്കുന്ന മന്ത്രങ്ങള്, ഇനിയിപ്പോ മന്ത്രജപം ഇല്ലെങ്കിൽ
നാമജപം എന്ന് പറയുന്നുണ്ട്. നാമജപം ആണെങ്കിലും വേണ്ടില്ല, അതുമൊക്കെ കുറേയൊക്കെ പ്രയോജനപ്പെടും. ജപം ചെയ്ത് കഴിയുമ്പോ കുറെ കഴിയുമ്പോ നമ്മളുടെ മനസ്സ് ആ ശബ്ദത്തിന്റെ രൂപം കൊണ്ട് ക്രമേണ മനസ്സ് അനേക ശബ്ദങ്ങളായിട്ട് അനേക നാമരൂപങ്ങളായിട്ടിരിക്കുന്ന മനസ്സ് ഒരേ നാമത്തിലും ശബ്ദത്തിലും ക്രമേണ ഏകാഗ്രപ്പെട്ട് മനസ്സ് തന്റെ മൂലം, മനസ്സ് അതിന്റെ വേരിലേക്ക് തിരിയും. മനസ്സ് എവിടെ നിന്ന് ഉദിച്ചുവോ ആ ഉദിക്കുന്ന സ്ഥലത്തിലേക്ക് മനസ്സ് സ്വയമേവ മടങ്ങും. അതാണ് ആത്മവിചാരത്തിന്റെ പ്രക്രിയ. അങ്ങനെ ക്രമേണ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ മൂലമായ ഒരു മന്ത്രത്തിൽ ചെന്ന് ലയിക്കും. എല്ലാ മന്ത്രവും അവസാനം ഒരു സ്ഫോടത്തിൽ ചെന്ന് ലയിക്കും, മൂലധ്വനിയിൽ ചെന്ന് ലയിക്കും. ആ മൂലധ്വനിക്കാണ് യോഗികൾ അജപാജപം എന്നൊക്കെ പറയുന്നത്. ജപിക്കാതെ നടക്കുന്ന ജപം, ജപിക്കാതെ അകമേ നടക്കുന്ന ഒരു ജപം. ജ്ഞാനേശ്വരന്റെ ഒരു അഭംഗത്തിൽ ജ്ഞാനേശ്വരൻ പറയുന്നു, ഏത് നാമം വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം. ഏകതത്വനാമ ദൃഢധരീമന, ഹൃദയത്തിലെ ഒരേ ഒരു തത്വത്തിനെ ഓർമ്മിപ്പിക്കുന്ന നാമത്തിനെ ദൃഢമായി ധരിക്കും. ഹരിയുടെ കൃപ നിങ്ങൾക്കുണ്ടാകും. രാമകൃഷ്ണ ഗോവിന്ദ എന്ത് നാമം വേണമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം തന്റെ അനുഭവത്തിനെ ജ്ഞാനേശ്വരൻ പറയുന്നു. ജ്ഞാനദേവ മൗനം. ജ്ഞാനദേവൻ ഇപ്പൊ മൗനമാണ്. ജപമാല കയ്യിലില്ല. ജപമാല എവിടെയാന്ന് വെച്ചാൽ ജപമാല ആന്തരി, ജപമാല ഉള്ളിലാണെന്നാണ്. ശ്രീഹരി ആ ജപമാല പിടിച്ചുകൊണ്ട് സദാ ജപിക്കുന്നു എന്നാണ്. ജ്ഞാനദേവൻ ജപിക്കുന്നില്ല, ഹൃദയത്തിൽ ശ്രീഹരി ജപിക്കുന്നു. എന്നുവെച്ചാലോ ബാഹ്യജപം ഒക്കെ അടങ്ങി ആന്തരികമായ അജപാജപം ആണ്. പ്രണവം പോലും അവിടെ അടങ്ങി ഈ അജപാജപം ഉള്ളിൽ അനുഭവപ്പെടും. പ്രണവം പോലും അവിടെ അടങ്ങും. എന്താണ് ഈ അജപാജപം? ആ അജപാജപം രമണ മഹർഷി ഒരിടത്ത് രമണ ഭഗവാൻ പറയുന്നുണ്ട്, ദി ഗ്രേറ്റസ്റ്റ് മന്ത്ര ഈസ് ഐ ഐ ഐ. ആദ്യത്തെ മന്ത്രമാണ് ഞാൻ 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 എന്നുള്ള ചലനം എന്നാണ്. എന്നുവെച്ചാൽ എല്ലാരും ജപിക്കുന്ന മന്ത്രം, ഏത് ജാതിയിലും വംശത്തിലും മതത്തിലും പെട്ട എല്ലാ പ്രാണികളും അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ സദാ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന സെന്ററാണ്. ഈ മന്ത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും മാറും, പക്ഷെ ഈ മന്ത്രം മാറില്ല. ബ്രഹ്മത്തിന് ആദ്യമായി വന്ന നാമം എന്നാണ്. ബാക്കിയുള്ള നാമങ്ങളൊക്കെ പിന്നീടാണ് വന്നത്. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നു, അഹം നാമ അഭവത്. ബ്രഹ്മം ആദ്യമായി, ബ്രഹ്മത്തിൽ അഹം നാമ ഉണ്ടായി എന്നാണ്. അഹം നാമ അഭവത്, സ്വയമേവ താൻ ഒരു പ്രത്യേക വ്യക്തിയായി ആദ്യമായി ചലിച്ചത്. അതാണ് ഈശ്വരന്റെ ഒരേ ഒരു പുത്രൻ എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്നത്. അതാണ് ആദ്യ പുത്രൻ. ആ പുത്രനെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തണം. ആദ്യത്തെ പുത്രൻ, പ്രഥമ സന്താനം, ആ ചലനം അഹം നാമ അഭവത്, ഞാൻ 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 എന്നുള്ള സ്പന്ദനം. ആ സ്പന്ദനത്തിലാണ് നമ്മളുടെ സെന്റർ. അത് ചിത് ശക്തി എന്ന് പറയുന്നു. ആ പ്രഥമസ്പന്ദന രൂപത്തിലുള്ള ഞാൻ എന്നുള്ള ചലനം നമുക്ക് പിടികിട്ടില്ല. അത് അല്പം സ്ഥൂലമായി കഴിയുമ്പോ ചിത്തത്തിന്റെ കളങ്കങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അഹങ്കാരമായിട്ട് ചലിക്കുന്നു. നമ്മൾക്കൊക്കെ മനസ്സിലാവും. ഈഗോ, അഹം വൃത്തി, അഹം വൃത്തി നമ്മൾക്കൊക്കെ മനസ്സിലാവും. ഈ അഹം വൃത്തിയിൽ നിന്നും എത്രയോ ശുദ്ധമായ മണ്ഡലത്തിലാണ് ഈ പ്രഥമസ്പന്ദന രൂപത്തിൽ പറഞ്ഞ ഈ മന്ത്രം. അഹം എന്നുള്ള ശുദ്ധപ്രജ്ഞയുടെ സ്പന്ദനം. അപ്പോ അഹം വൃത്തി, അഹം സ്ഫൂർത്തി, അഹം ബോധം. അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹം ബോധം. ഈ അഹം സ്ഫൂർത്തിയാണ് ആദ്യ ചലനം, ചിത് ശക്തി. ആ സ്ഫൂർത്തിയിൽ ഇരുന്നു കൊണ്ടാണ് ജ്ഞാനികളും ജീവൻ മുക്തന്മാരും യോഗികളും അവതാര പുരുഷന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഈ സ്ഫൂർത്തിയിൽ ഇരുന്നു കൊണ്ടാണ്. അവർ സ്ഫൂർത്തിമയന്മാരാണ്. അവരുടെ ശക്തിയുടെ, എനർജിയുടെ സോഴ്സ് ഈ സ്ഫൂർത്തിയാണ്. ഈ സ്ഫൂർത്തിയെ
അതിന് രമണ മഹർഷി ഐ കറന്റ് എന്ന് പറയും. അഹം ധാര, അഹം സ്രോതസ് എന്ന്. ആ അഹം സ്രോതസ്സിനെ സ്പർശിച്ച് കഴിയുമ്പോഴാണ് നമ്മളുടെ അധ്യാത്മ സാധനയ്ക്ക് ജീവൻ വെക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ഒരു മന്ത്രം ഉപദേശിക്കുമ്പോഴും അത് മന്ത്രമാവുന്നത് ഈ സ്രോതസ്സിനെ സ്പർശിച്ചിട്ട് ശബ്ദം പുറത്തു വന്നാലേ അത് മന്ത്രമാവുള്ളൂ. ഈ സ്രോതസ്സിനെ സ്പർശിക്കാതെ ശബ്ദം പുറത്തു വന്നാൽ അത് മന്ത്രമാവില്ല, വെറും ശബ്ദമായിരിക്കും, സ്ഥൂലമായിരിക്കും. അപ്പൊ ഈ സ്രോതസ്, ഈ സ്ഫൂർത്തി, ഈ കറണ്ട്, ഈ ധാരയാണ് നമ്മളുടെ വ്യക്തിമണ്ഡലത്തിന്റെ, വ്യക്തിത്വത്തിന്റെ മുഴുവൻ ആധാരം. ഇതാണ് ഗംഗ. ഈ ഗംഗയാണ് മെനക്കെട്ട് ഭഗീരഥ പ്രയത്നം ചെയ്ത് ആകാശഗംഗയായിട്ട് അവിടെ എവിടെയോ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ മനോമണ്ഡലത്തിലൂടെ സ്ഥൂലമായ ഭൂമി എന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ മുക്തരാവും. ഭഗീരഥ പ്രയത്നം ചെയ്ത് ഭഗീരഥൻ കൊണ്ടുവന്ന ഗംഗ ഏതാണ്? ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുക്കിയതുപോലെ അതീതമായ മണ്ഡലത്തിൽ ഉള്ള ഈ ഒഴുക്കിനെ, ഈ സ്രോതസ്സിനെ, ഈ സ്ഫൂർത്തിയെ അഹങ്കാരത്തിൽ ദ്വാരം ഉണ്ടാക്കി അതിലൂടെ കൊണ്ടുവന്ന് ശരീരമാവുന്ന ഭൂമി പര്യന്തം ഈ ചൈതന്യ സ്ഫൂർത്തി, ഈ സ്രോതസ് ഒഴുകി വരണം. എന്നാലേ ശരിയാവും. അപ്പൊ അധ്യാത്മ സാധന പൂർത്തിയായി. അതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണമെന്നാണ്. അതാണ് സാധാരണ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഏകധാനമായി അന്തരംഗമായ അന്വേഷണം. ആ പൂർണ്ണ അധിഷ്ഠാനത്തിലേക്ക്, സത്യസ്ഥിതിയിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലാൻ ഉള്ള ഒരു മാർഗമാണ് മന്ത്രജപം. മന്ത്രജപം ഇല്ലാത്ത ആളുകൾക്ക് വിഷമിക്കൊന്നും വേണ്ട. മന്ത്രജപത്തിന്റെ ഒക്കെ തന്നെ സ്വരൂപമായ ഈ ആന്തരിക സ്ഫൂർത്തി എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. ആ സ്ഫൂർത്തിയെ അന്വേഷിച്ച് കണ്ടെത്തുക. സ്ഫൂർത്തിയെ എങ്ങനെ അന്വേഷിക്കും എന്ന് വെച്ചാൽ നമ്മളുടെ ചിത്തം തന്നെ ആ സ്ഫൂർത്തിയുടെ അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള രൂപമാണ്. നമ്മളുടെ മനസ്സ് തന്നെ. മനസ്സിൽ കാമം ഉണ്ടാവട്ടെ, ക്രോധം ഉണ്ടാവട്ടെ, അസൂയ ഉണ്ടാവട്ടെ, ദ്വേഷം ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ, പ്രിയം ഉണ്ടാവട്ടെ, ഇഷ്ടമുണ്ടാവട്ടെ, എന്തൊക്കെ വികാരങ്ങൾ, ഈ വികാരങ്ങളൊക്കെയാണല്ലോ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഇന്നലെ പറഞ്ഞുവല്ലോ, ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന ക്ഷേത്രത്തിന്റെ സ്വഭാവങ്ങൾ. ഈ വികാരങ്ങളൊക്കെ തന്നെ ഈ സ്ഫൂർത്തിയുടെ ഒരു തരത്തിലുള്ള അശുദ്ധ രൂപങ്ങളാണ്. സ്ഫൂർത്തി ശാരദയാണെങ്കിൽ ഇതിൽ ചില വികാരങ്ങൾ കാളിയായിരിക്കും, ചിലത് ദുർഗയായിരിക്കും, ചിലത് ചണ്ഡിയായിരിക്കും. പക്ഷെ ഇതൊക്കെ തന്നെ ആ മൂലശക്തിയുടെ തന്നെ പ്രകടന രൂപങ്ങളാണ്. ആ സ്ഫൂർത്തിയാണ് ചിത്ശക്തി എന്ന് പറയുന്നത്. ചിത്ശക്തി തന്നെ പൗരാണികമായ സങ്കല്പത്തിലൊക്കെ വരുമ്പോ ദേവിയായിട്ടും മറ്റുമൊക്കെ ഉപാസിക്കും. നമ്മൾ ലളിതാ സഹസ്രനാമം നോക്കിയാൽ എല്ലാ വികാരങ്ങളെയും അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ വികാരങ്ങളും ഈ ശക്തിയുടെ ഓരോ ഭാവങ്ങളായിട്ടാണ്. എന്നുവെച്ചാൽ എന്താ, ആ വികാരങ്ങളൊക്കെ നമ്മളിൽ കാണുന്നുണ്ട്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചം, നമ്മളിൽ തന്നെയാണ് അംബിക അവതരിക്കുന്നത്, പല രൂപത്തിലും, പല വികാരങ്ങളുടെ രൂപത്തിലും. അപ്പൊ ഈ വികാരങ്ങളൊക്കെ തന്നെ ഒരേ ശക്തിയുടെ, മൂലശക്തിയുടെ അനേക വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ഉള്ളിൽ, സ്പന്ദനങ്ങളാണ്. അപ്പോ ശുദ്ധമായ ശക്തിയുടെ രൂപത്തിനെ, ചിത്ശക്തിയെ നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തണമെങ്കിൽ ആദ്യം ഈ ചലനത്തിനെ വിട്ടുനിന്ന് ഉള്ളിൽ കാണുക. ആ ചലനത്തിന് മുഴുവൻ സൂത്രേ മണികടായിവ്, അനേക മുത്തുകൾ കെട്ടിയിട്ടുള്ള ഒരു മാലയിൽ ഒരു ചരടെന്ന വണ്ണം ഒരു വികാരം ഊടും പാവുമായിട്ട് നിൽക്കണുണ്ട്. നമ്മളുടെ അകമേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ആ വികാരമാണ് ജീവനാഡി. ആ വികാരമാണ് കാമമായിട്ടും ക്രോധമായിട്ടും അസൂയയായിട്ടും ദ്വേഷമായിട്ടും പ്രിയമായിട്ടും അപ്രിയമായിട്ടും ഒക്കെ വരുന്നത്. ആ വികാരത്തിന്റെ സെന്ററിനെ സ്പർശിച്ചാലേ എനിക്ക് ലോകത്തിലുള്ള ഏത് സംഭവവും എന്നെ ബാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഒന്നും ബാധിക്കില്ല.
അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കറിയാം. ഇന്നലെയും മുന്നിയാന്നൊക്കെ പറഞ്ഞ ആ ചിജ്ജട ഗ്രന്ഥി തന്നെയാണ്, ആ വികാരം തന്നെയാണ് ചിജ്ജട ഗ്രന്ഥി. അതുതന്നെയാണ് അഹങ്കാരം എന്ന് പറയണത്, അഹന്ത എന്ന് പറയണത്. അതാണ് മനസ്സിന്റെ ഗ്രോസ് ഫോം. അത് എല്ലാ വൃത്തികളിലും വികാരങ്ങളിലും ഊടുംപാവുമായി നിറഞ്ഞു നിൽക്കുന്നു. അവിദ്യ കൊണ്ടുണ്ടായ ഒരു വികാരമാണത്. അത് എല്ലാത്തിനു പുറകിലുമുണ്ട്. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സെന്ററിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. സ്ഫൂർത്തിയും ആത്മാവും ഒക്കെ തൽക്കാലം വിട്ടുകളയാം. ഇപ്പൊ അഹം വൃത്തി, അഹങ്കാരത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അത് സെന്ററാണ്. എന്ത് പ്രശ്നവും എന്നെ ബാധിക്കണമെങ്കിൽ ഈ സെന്ററിൽ സ്പർശിച്ചാലേ ബാധിക്കുള്ളൂ. ഇപ്പൊ ഈ പ്രഭാഷണം അതെ വെറും ഒബ്ജക്റ്റീവായിട്ടിരുന്നാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ കുറെ നേരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകും, ഒക്കെ പോകും. അതേസമയം നിങ്ങൾക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ അടുത്ത കാലത്തോ ജീവിതത്തിൽ വളരെ കാര്യമായി നടന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി സംബന്ധപ്പെട്ട എന്തെങ്കിലുമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഞാൻ പറഞ്ഞാലും എഴുന്നേൽക്കില്ല. ഇത് കഴിഞ്ഞിട്ട് പോയിക്കോളാം എന്ന് പറയും. അവിടെ എന്ത് പ്രധാന കാര്യം ഉണ്ടെങ്കിലും ശരി, ഞാൻ പരിഹാരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ കാര്യം, എന്നെ ബാധിക്കുന്ന ഏതോ കാര്യം പറയുകയാണെങ്കിൽ ഇരിക്കും. ആ ഇരുത്തിയ ശക്തി എന്താണ്? ഇതേത് ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യമായി നിങ്ങളെ ബാധിക്കാത്തൊരു പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ ഉറക്കം വരികയും ബോറടിക്കുകയും അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാം എന്ന് തോന്നുകയും അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വേറെ പ്രധാന കാര്യമുണ്ട് എന്നൊക്കെ പ്രിവിലേജ് കൊടുക്കുകയും ചെയ്യുന്നതിനു പകരം ഇപ്പൊ നിങ്ങളെ പിടിച്ചിരുത്തിയ ശക്തി ഏതാ? ഇതിന് പ്രിവിലേജ് കൊടുത്ത ശക്തി ഏതാ? ഏതോ ഒരു സെന്ററിൽ തൊട്ടു, ആ സെന്ററിൽ സ്പർശിച്ചാൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അത് നമ്മളുടെ ശ്രദ്ധയുടെ സെന്ററാണ്. അതാണ് ശ്രദ്ധാമയോയം പുരുഷ യോ യത് ശ്രദ്ധ സയേവ സഹ എന്ന് പറയുന്നത്. നമ്മളുടെ ശ്രദ്ധ ഒരു പക്ഷേ ആരെങ്കിലും മരിച്ചിട്ടുണ്ട്, ആ ദുഃഖത്തിന് പരിഹാരം കാണാതെ ഇരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ശ്രദ്ധാ സെന്റർ തൽക്കാലത്തേക്ക്. ഞാൻ മരണത്തിനെക്കുറിച്ചും മരണദുഃഖത്തിനെക്കുറിച്ചുമാണ് പ്രഭാഷണം ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വിളിച്ചോണ്ട് പോവാൻ ആള് വന്നാലും നിങ്ങൾ ചലിക്കില്ല. ഒരുപക്ഷെ മകനോ മകളോ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ട് അതിലിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധാശക്തി ആ ഒരു സെന്ററിലാണ് ഏകാഗ്രപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ചലിക്കില്ല. ഇല്ല, ആത്യന്തികമായ മോക്ഷത്തിൽ നമ്മളുടെ അഹങ്കാരം എവിടെയെങ്കിലും ഒരിടത്ത് ഏകാഗ്രപ്പെടണം, അത്രയേ ഉള്ളൂ. മോക്ഷം നേടണം എന്നുള്ള സെന്ററിലാണ് നിങ്ങൾ ഏകാഗ്രപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചലിക്കില്ല. നമ്മളുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ നമ്മൾ എവിടെ വെക്കണു എന്നേ ഉള്ളൂ മുഖ്യം. ആധ്യാത്മികത്തിൽ വെച്ചാൽ അവിടെ ലഗ്നമാവും, ലൗകികത്തിൽ വെച്ചാൽ അവിടെ ലഗ്നമാവും. ലൗകികത്തിൽ പല സ്ഥലങ്ങളിൽ ലഗ്നമാവും, ആധ്യാത്മികത്തിൽ ഒരു സ്ഥലത്തെ ലഗ്നമാവുള്ളൂ. അതാണ് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. നമ്മളുടെ അഹങ്കാരത്തിനെ ഭഗവത് പ്രാപ്തി എന്ന് പറഞ്ഞിട്ടോ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞിട്ടോ മുക്തി എന്ന് പറഞ്ഞിട്ടോ ആ സെന്ററിലാണ് കൊളുത്തിട്ട് വെക്കുന്നതെങ്കിൽ അതിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ബാക്കിയൊക്കെ ചെയ്യും, ഉണ്ണുകയും ഉറങ്ങുകയും കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ സെന്റർ മുഴുവൻ ഇവിടെയാണ്. ഉള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, വിമുക്തിക്കുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഇതിന് അനുകൂലമായിട്ടിരിക്കും, പ്രതികൂലമായിട്ട് ഒന്നും ചെയ്യില്ല. അപ്പൊ ഈ സെന്ററാണ് അഹങ്കാരം, അഹംവൃത്തി എന്നൊക്കെ പറയണത്. ഈ അഹംവൃത്തിയാണ് അധ്യാത്മസാധനയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. ബാക്കിയുള്ള വൃത്തികളൊന്നും കാര്യമില്ല. ബാക്കിയുള്ള വൃത്തികളൊക്കെ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, വരികയോ പോവുകയോ ഒക്കെ ചെയ്യട്ടെ. ഈ ഒരേ ഒരു വൃത്തി, ഈ വൃത്തിയാണ് നമ്മളുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്റെ ജീവിതം, എന്റെ പ്രശ്നം. എന്തൊക്കെ തന്നെ നമ്മൾ വേദാന്തവും മറ്റുമൊക്കെ കേട്ടാലും പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഈ വൃത്തിയുടെ കൺട്രോളിൽ പെടുമ്പോഴാണ് അതൊക്കെ പറയാം, നമുക്ക് ജീവിക്കണ്ടേ. ഈ വൃത്തിയാണ് കൺട്രോൾ. കൺട്രോൾ ഇയാളുടെ കയ്യിലാണ്.
അല്ല, മോക്ഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഈ വൃത്തി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് കൊളുത്തിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പോയാ പോട്ടെ എന്ന്, ഇതല്ലേ പ്രധാനം. അപ്പോഴും ഇത് ഇങ്ങോട്ട് തിരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പൊ ഇതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിനെ എങ്ങോട്ട് തിരിക്കണു, ആ ശ്രദ്ധ ഈശ്വരാഭിമുഖമായിട്ട് തിരിയുന്നുണ്ടോ എന്നുള്ളതാണ്. ശ്രദ്ധ തന്നെയാണ് അഹങ്കാരം. വാസ്തവത്തിൽ ഉള്ളിൽ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. അതിനെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത്, അതിനെ തന്നെ മനസ്സെന്ന് പറയുന്നത്, അതിനെ തന്നെ ബുദ്ധി എന്ന് പറയുന്നത്, അതിനെ തന്നെ വികാരം എന്ന് പറയുന്നത്. അത് തന്നെ ആത്മാവുമായിട്ട് തീരും ലാസ്റ്റില്. രമണ മഹർഷി എടുത്ത് പറയുന്നുണ്ട്, മൈൻഡ് എക്സ്ട്രോവേർട്ടഡ്, സെൽഫ് എക്സ്ട്രോവേർട്ടഡ് ഈസ് മൈൻഡ്, മൈൻഡ് ഇൻട്രോവേർട്ടഡ് ഈസ് സെൽഫ്. രണ്ടെണ്ണം ഇല്ല എന്നാണ്. അപ്പോ ഈ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്യുക എന്നുള്ള ഒരു വിദ്യ, ആ വിദ്യയാണ് ഇവിടെ ഈ മഹായോഗം, ഈ സദ്ദർശനത്തിന്റെ സെന്റർ. അഹം വിമർശനം. ഈ കാശ്മീരി ശൈവിസത്തിലും ഈ മാർഗം അവരും അംഗീകരിച്ചിരുന്നു. അകൃത്രിമ അഹം വിമർശനം എന്നാണ് അവരുടെ മാർഗം. അകൃത്രിമമായ അഹത്തിനെ വിമർശനം ചെയ്യുക എന്നാണ്. പക്ഷെ അത് നാൾ വരെ അതും നഷ്ടപ്പെട്ടു പോയി. കാശ്മീരി ശൈവിസത്തിൽ ശുദ്ധമായ വേദാന്ത മാർഗം നഷ്ടപ്പെട്ടു പോയി, അശുദ്ധമായി തീർന്നു. നമ്മളുടെ വേദാന്തത്തിലും അതുപോലെ തന്നെ ഈ മാർഗം നഷ്ടപ്പെട്ടു പോയി, വെറും ഇന്റലക്ച്വൽ ആയിട്ട് തർക്കവേദാന്തമായിട്ട് മാറി. അപ്പൊ വഴി പഴിച്ചുപോയി. ശങ്കരാചാര്യരുടെ കാലത്തൊന്നും ഇങ്ങനെ തർക്കവേദാന്തമൊന്നുമില്ല. പിന്നീട് തർക്കവേദാന്തമായി മാറിയതോടുകൂടെ വേദാന്തം വെറും ഇന്റലക്ച്വൽ ജഗ്ലറി ആയിട്ട് തീർന്നു. കാശ്മീരി ശൈവിസത്തിലും ഇതുണ്ടായിരുന്നു. അകൃത്രിമ അഹം വിമർശനം, കൃത്രിമമല്ലാത്ത അഹത്തിനെ കണ്ടെത്തുക വിചാരം കൊണ്ട് എന്നാണ്. കൃത്രിമ അഹത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത് വീണ്ടും കാശ്മീരി ശൈവിസത്തിന് ജീവൻ വെച്ചു. ലക്ഷ്മൺ ജു എന്ന് പറയുന്ന സാധു, അദ്ദേഹം രമണ മഹർഷിയെ വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ കാശ്മീരി ശൈവിസം വീണ്ടും ഒന്ന് എഴുന്നേറ്റു. അപ്പോ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണത്തിനെയാണ് ഇവിടെ മജ്ജനം എന്ന മാർഗത്തിൽ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. കൂപേ യഥാ ഗാഢജലേ തഥാന്തർ നിമജ്യ ബുദ്ധ്യാ ശിതയാനി താന്തം പ്രാണം ച വാചം ച നിയമ്യ ചിൻവൻ വിന്ദേൻ നിജാഹങ്കൃതി മൂലരൂപം எழும்பும் அகந்தை எழும் இடத்தை நீரில் விழுந்த பொருள் காண வேண்டி முழுகுதல் போர் கூர்ந்தமதியார் பேச்சு மூச்சு அடக்கிக் கொண்டுள்ளே ஆழ்ந்து அறிய வேண்டும் அறிபிணம் போல். எழும்பும் அகந்தை எழும் இடத்தை நீரில் விழுந்த பொருள் காண வேண்டி முழுகுதற்போல். വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ വീണാൽ, ഒരു കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ വീണാൽ, തമിഴില് ഭഗവാൻ നീര് എന്നേ പറഞ്ഞുള്ളൂ, സംസ്കൃതത്തിൽ കൂപം എന്ന് പറഞ്ഞു, കിണറ് എന്ന് പറഞ്ഞു. നമ്മളൊരു കുളത്തിലോ നദിയിലോ കുളിക്കുമ്പോ കയ്യിലുള്ള മോതിരമോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ മൂക്കടച്ചു പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിനെ തെരയും. അതുപോലെ കൂപേ യഥാ ഗാഢജലേ, ഗാഠമായ ജലത്തിൽ, തഥാ അന്തർനിമജ്യ, അതേപോലെ ഉള്ളിൽ മുങ്ങിയിട്ട്, തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട്, ശിതമായ ബുദ്ധി കൊണ്ട്, പ്രാണം ച വാചം ച നിയമ്യ, പേച്ച് മൂച്ച് അടക്കിക്കൊണ്ട് എന്നാണ് തമിഴ്. പ്രാണനും വാക്കും, വാങ്നിരോധം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിതമാവാം. വായു മാത്രമല്ല, ശബ്ദം മാത്രമല്ല. പക്ഷെ ശബ്ദം വളരെ പ്രധാനം. എന്താന്ന് വെച്ചാൽ അനാവശ്യമായ ഒരു വാക്ക് ഉച്ചരിക്കുക എന്നുള്ളത് ഋഷികളുടെ മാർഗമേ അല്ല. ഇങ്ങനത്തെ പ്രഭാഷണമൊന്നും നമ്മളുടെ പൂർവ്വകാലത്തിലൊന്നുമില്ല. കുറച്ചേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ നോക്കൂ, പറയുന്നത് മുഴുവൻ എന്താ, ഒരേ കാര്യമാണ്. എത്ര പ്രാവശ്യമായിട്ട് പറയണു അല്ലെ? വാചോ വിഗ്ലാപനം ഹി തത്. ഈ സത്യത്തിനെ വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ
ശ്രുതി പറയുന്നു, പറയുകയാണെങ്കിൽ ഇത് പറയാം. പക്ഷേ ഇത് വിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ വാക്കിനെ അശുദ്ധം ചെയ്യലാണെന്നാണ്. വാചോ വിഗ്ലാപനം ഹിതത്. വാക്കിനെ വിഗ്ലാപനം ചെയ്യലാണ്, അശുദ്ധം ചെയ്യലാണെന്നാണ്. അപ്പോ വാക്കിനെ നിയന്ത്രിക്കുക. വാങ് നിരോധം യോഗസ്യ പ്രഥമദ്വാരം വാങ് നിരോധോ അപരിഗ്രഹ നിരാശാച നിരീഹാച നിത്യം ഏകാന്തശീലത എന്നൊക്കെയാണ് ആചാര്യസ്വാമികളുടെ വചനം. യോഗത്തിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊക്കെയാണത്രേ. വാങ് നിരോധം, അനാവശ്യമായ വസ്തുക്കൾ, നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ആരെങ്കിലും തരണമെന്ന് പറഞ്ഞ് വാങ്ങി വാങ്ങി വെക്കാതിരിക്കുക. അപരിഗ്രഹം, ആഗ്രഹങ്ങൾ കുറയൽ, തൃഷ്ണ കുറയൽ. നിത്യം ഏകാന്തശീലത, ഏകാന്തത്തിൽ ഇരുന്ന് പരിശീലിക്കുക. ഇതൊക്കെ യോഗത്തിന് പ്രഥമദ്വാരമാണെന്നാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിത്യം ഏകാന്തശീലത. ഇതൊക്കെ ഉണ്ടെങ്കിൽ വാക്ക് അടക്കി അനാവശ്യമായ വാക്കുകൾ ഉച്ചരിക്കാതെ, മാത്രാലാഭ പുത്രലാഭ എന്നാണ് ഋഷികളുടെ സമ്പ്രദായം. ഒരു മാത്ര ലഭിച്ചാൽ പുത്രൻ ലഭിച്ച സന്തോഷമാണ് അവർക്ക്. അതായത് ഒരു വാക്ക് പറയാതെ കഴിച്ചാൽ, ഒരു വാക്ക് പറയാതെ കഴിച്ചു എന്ന് വെച്ചാൽ ഒരു സന്താനലാഭത്തിന്, ഒരു ഗൃഹസ്ഥന് സന്താനലാഭത്തിൽ സന്തോഷം ഉണ്ടാവണ പോലെയാണ് അത്ര ഋഷികൾക്ക്. ഇത് പറയാതെ കഴിച്ചുവല്ലോ എന്നാണ്. ആ വാക്കുകളെ നിയന്ത്രണം ചെയ്യൽ ആദ്യത്തെ പടിയാണെന്നാണ്. അപ്പോ സ്ഥൂലമായ മൗനം പോലും ഈ ആത്മവിചാരത്തിന് സഹായമാണ്. സ്ഥൂലമായി നമുക്ക് ഹാബിറ്റ് കൊണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇടയ്ക്ക് കുറച്ചു കാലം പിടിച്ചു നിർത്തിയാൽ ഈ പിടിച്ചു നിർത്തുന്ന ഒരു ഹാബിറ്റ് നമുക്ക് വരും. പിടിച്ചു നിർത്തുന്ന ഒരു ഹാബിറ്റ് വരും. ആ ഹാബിറ്റ് നമുക്ക് സഹജമായി തീർന്നാൽ അനാവശ്യമായ വാക്ക് പറയുന്നതും കുറയും. ആദ്യം സ്ഥൂലമണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പലതും പറയേണ്ടതല്ല പറയണത്, വായാണ് പറയണത്, മനസ്സുപോലും അല്ല. ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടോ, വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കണക്ഷൻ ഉണ്ടാവില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കും, വായു കൊണ്ട്. അതേപോലെയാണ് നമ്മളുടെയും പല വർത്തമാനങ്ങൾ. ഒരു ആവശ്യമില്ലാതെ വർത്തമാനം പറയും, നമ്മൾ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവില്ല, വായ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യം വായ നിയന്ത്രിക്കുന്നതും ഇതിന് സഹായമാണ്. വാങ് നിരോധം. വാക്ക് പ്രാണനാണ്. വാക്ക് തന്നെ പ്രാണന്റെ സ്ഥൂലരൂപമാണ്. നമുക്ക് അകമേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ധാരാളം പ്രാണശക്തി വേണം, ധാരാളം പ്രാണശക്തി വേണം. ആ പ്രാണശക്തി സംഭരിക്കാൻ ആദ്യം വാക്ക് നിയന്ത്രിച്ചു. പിന്നെ വാക്കിന്റെ സൂക്ഷ്മമാണ് പ്രാണൻ. പ്രാണൻ കൊണ്ടാണ് വിശപ്പ്, ദാഹം, ഉറക്കം, പല വിധത്തിലുള്ള ഇമോഷൻസ്, ഇതൊക്കെ പ്രാണന്റെ മണ്ഡലമാണ്. ഇതൊക്കെ തന്നെ കൺട്രോൾ വരുന്നത് പ്രാണനിയന്ത്രണം എന്ന് വെച്ചാൽ ഈ ബലൂണിൽ കാറ്റടച്ചിട്ട് നിർത്തുന്ന പോലെ പ്രാണനെ ഉള്ളിൽ നിർത്തുന്നത് മാത്രമല്ല, അതൊക്കെ സ്ഥൂല പ്രാണനിയന്ത്രണമാണ്. സ്ഥൂല പ്രാണനിയന്ത്രണം മാത്രം പോരാ. സ്ഥൂല പ്രാണനിയന്ത്രണം ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു സുഖമൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രാണായാമം ആവില്ല. ചിത്താദി സർവഭാവേഷു ബ്രഹ്മാത്മത്വാവലോകനാദി നിരോധ സർവവൃത്തീനാം പ്രാണായാമ ഉച്യത്തെ എന്നാണ് ആചാര്യസ്വാമികളുടെ അടുത്ത് പറയുന്നത്. ചിത്തമൊക്കെ പ്രാണന്റെ സ്വരൂപമാണ്. ആ ചിത്താദി സർവഭാവങ്ങളിലും ഏകതത്വാഭ്യാസം കൊണ്ട് ചിത്തവൃത്തികളെ നിരോധം ചെയ്യുന്നതാണ് പ്രാണായാമം എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ചിത്തത്തിന്റെ ചലനമൊക്കെ പ്രാണന്റെ ചലനമാണ്. ചിത്തത്തിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ പ്രാണന്റെ ഡിസ്റ്റർബൻസ് ആണ്. വ്യാധി പ്രാണന്റെ ഡിസ്റ്റർബൻസ് ആണ്. വാക്ക് പ്രാണനാണ്. ഡ്രെയിൻഡ് ഔട്ട് ആവും. നമ്മൾ അനാവശ്യമായ വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മള് ഊർജം മുഴുവൻ നഷ്ടപ്പെടും. അപ്പൊ ഈ പ്രാണനെ പതുക്കെ 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 പ്രാണനും വാക്കും അടക്കി സ്ഥൂലമണ്ഡലത്തിൽ വളരെ ജാഗ്രതയോട് പെരുമാറി അനാവശ്യമായ ഊർജ വ്യയം ഇല്ലാതാക്കി തീർത്ത് ഊർജത്തിനെ നിയന്ത്രണം ചെയ്ത്, കോൺഫ്ലിക്ട്സ് കൊണ്ട് ധാരാളം ഊർജം നഷ്ടപ്പെടും. കോൺഫ്ലിക്ട്സ് ഉണ്ടാവാതെ, അതാണ് ഇന്നലെ ആർജവം എന്ന് പറഞ്ഞത്. ഒരു ഗുണം, ഒരു ക്വാളിറ്റി, ആർജവം, ഋജുബുദ്ധി. ഒന്ന് തീരുമാനിക്കുക, മറ്റൊന്ന് ചെയ്യുക, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക. ഇങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉള്ളിൽ ഉണ്ടായാൽ അതുകൊണ്ട് ഊർജം എത്ര ക്ഷയമാവുമോ അത്രയും ഊർജം സ്ഥൂലമായ കാര്യങ്ങൾ കൊണ്ട് ക്ഷയമാവില്ല. അപ്പൊ ഊർജത്തിനെ വളരെയധികം സംഭരിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്കുള്ള ഒരു നിധിയാണ്.
പ്രാണൻ അപ്പപ്പോ നമ്മളുടെ ഉള്ളിലുള്ള പ്രാണൻ ഡിപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ സന്ധ്യാവന്തനത്തിലൊരു സമ്പ്രദായമുണ്ട്. മന്ത്രം ജപിച്ച് രാവിലെ പറയുന്നത്, രാത്രി ഞാൻ എന്തൊക്കെ പാപം ചെയ്തുവോ ആ പാപത്തിനൊക്കെ ഞാനിതാ സൂര്യനിൽ അർപ്പിക്കുന്നു, ഹോമിക്കുന്നു. ഉച്ചയ്ക്ക് ഞാൻ എന്തൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചുവോ, അശുദ്ധിയായി എന്തൊക്കെ നടന്നുവോ അതിനെയൊക്കെ ഞാനിതാ ആത്മാവിൽ അർപ്പിക്കുന്നു. വൈകുന്നേരം ഞാൻ എന്തൊക്കെ ഇതുപോലെ പാപങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്തുവോ അതിനെ മുഴുവൻ സത്യമാവുന്ന ജ്യോതിസിൽ അർപ്പിക്കുന്നു എന്ന് 3 മന്ത്രങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുണ്ട്. ഈ മന്ത്രത്തിന് എന്തിന് ഇത് ജപിക്കണം, ഈ അർഘ്യം എന്തിനു കൊടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ അർഘ്യപ്രദാനത്തിനൊക്കെ കാരണം പൗരാണികമായ ഒരു കഥ പറയും. ആ കഥയെ ഇന്റർപ്രറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. കഥ എന്താണെന്ന് വെച്ചാൽ, സൂര്യനെ മന്ദേഹന്മാര് എന്ന അസുരന്മാര് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആക്രമിച്ചുകൊണ്ടേയിരിക്കും അത്രയും. അപ്പൊ ഈ അർഘ്യം ജപിച്ചിട്ട് ബ്രാഹ്മണൻ ജലവിക്ഷേപം ചെയ്യുകയാണെങ്കിൽ ആ മന്ദേഹന്മാര് അപ്പൊ അടങ്ങും. പിന്നെയും ഉച്ചയാവുമ്പോഴേക്കും അവർ പിന്നെയും പൊന്തും. അപ്പൊ ഉച്ചയ്ക്കും മന്ദേഹന്മാർക്ക് ഈ ജലത്തിനെ മന്ത്രങ്ങളാക്കി തീർത്ത് ശരമായിട്ട് അയച്ചാൽ മന്ദേഹന്മാരെ അടങ്ങും. വൈകുന്നേരം ആവുമ്പോഴേക്കും പൊന്തും. വീണ്ടും വിക്ഷേപിച്ചാൽ മന്ദേഹന്മാർ. ഈഹ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നർത്ഥം. നിരാശ, നിരീഹ എന്ന് പറഞ്ഞല്ലോ. ഈഹ എന്ന് വെച്ചാൽ ആഗ്രഹമാണ്. മന്ദ എന്ന് വെച്ചാൽ തമോ ഗുണം. തമോ ഗുണത്തിൽ നിന്നും ജനിക്കുന്ന തൃഷ്ണയും ഡിസ്റ്റർബൻസുമാണ് ഈഹ. നമ്മൾക്ക് പ്രാണനാണ് നമ്മളുടെ സുഖത്തിനും ആനന്ദത്തിനും ശാന്തിക്കും ഒക്കെ കാരണം. നമ്മളിപ്പോ ധ്യാനത്തിലിരിക്കുന്നതും പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമായിരുന്നു ഒക്കെ പറയണതൊക്കെ പ്രാണനാണ്. ഈ പ്രാണനാണ് ഈ കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രാണൻ ദിവസവും ജാഗ്രതയോടുകൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോ അപ്പൊ തന്നെ ഫ്രഷായിട്ട് ഈ പ്രാണന് വേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സൂക്ഷ്മമായി കിടക്കുന്ന ആഗ്രഹങ്ങളും തൃഷ്ണകളും പൊന്തി വന്നിട്ട് ആ പ്രാണനെ മുഴുവൻ തിന്നുകളയും. നിവേദ്യം, ഭഗവാൻ വെച്ച നിവേദ്യം പിശാച് തിന്നുക എന്ന് പറയുന്ന പോലെ ഈ മന്ദേഹന്മാര് വന്നിട്ട് ഈ പ്രാണനെ മുഴുവൻ തിന്നുകളയും. പിന്നെ ഫ്രഷ്നെസ് ഉണ്ടാവില്ല. പിന്നെ ഉച്ചയാവുമ്പോഴേക്കും രാവിലെ കുറെയൊക്കെ ധ്യാനവും ജപവും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് പ്രാണനെ നല്ലവണ്ണം സംഭരിച്ച് ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ ഉച്ചയാവുമ്പോഴേക്കും ഇവര് പിന്നെയും പുറപ്പെടും. അതാണ് അസുരന്മാര് ദേവന്മാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത്. അതാണ് ദേവാസുര സംയത്താസൻ, എപ്പോഴും സംയത്താസൻ, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഉച്ചയാവുമ്പോഴേക്കും പ്രാണൻ വീണ്ടും ഡിപ്ലീറ്റ് ആവും, വീണ്ടും ചെയ്യണം. വൈകുന്നേരം ആവുമ്പോഴേക്കും വീണ്ടും ഡിപ്ലീറ്റ് ആവും, വീണ്ടും ചെയ്യണം. ഇങ്ങനെ പ്രാണന്റെ സപ്ലൈ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പ്രാണൻ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ പ്രാണന്റെ സപ്ലൈയെ നിലനിർത്താൻ വേണ്ട ധ്യാനം, ജാഗ്രത, വിജിലൻസ്, തപസ് ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ പ്രാണശക്തി നമുക്ക് നഷ്ടപ്പെടാതിരിക്കും, തമോ ഗുണം ബാധിക്കാതെ ഇരിക്കും. ഇങ്ങനെയാണ് ഋഷികൾ ദീർഘമായുരവാപ്പുനുവെന്ന് വേദം തന്നെ പറയുന്നത്. ദീർഘസന്ധ്യാനുഷ്ഠാനം കൊണ്ട് ഋഷികൾ ദീർഘ ആയുസ്സോടുകൂടെയും ബലത്തോടുകൂടെയും, ബലത്തിനും ആയുസ്സിനും ഒക്കെ കാരണം പ്രാണനാണല്ലോ, ആ പ്രാണശക്തി നിൽക്കുകയാണെങ്കിൽ ദീർഘമായ ആയുസ്സും ബലവും, ശരീരത്തിന് ബലവും ആയുസ്സും, മനസ്സിന് തെളിച്ചവും ബുദ്ധിക്ക് നല്ല തെളിച്ചമൊക്കെ ഉണ്ടാവും ഈ പ്രാണൻ കൊണ്ട് സകല രോഗങ്ങളും. ഓരോ സ്ഥലത്തിൽ പ്രാണൻ പോകുന്നത് കൊണ്ടാണ് രോഗം വരുന്നത്. നമ്മളുടെ ആധുനിക ശാസ്ത്രം എന്ത് പറയുന്നു? ബാക്ടീരിയാസ് വരുന്നത് കൊണ്ട് ഒരു ഭാഗം കേടുവന്നു പോകുന്നു എന്നാണ്. പക്ഷേ ഋഷികളുടെ മാർഗം എന്താന്ന് വെച്ചാൽ ആ ഭാഗത്തിൽ പ്രാണൻ പോയി ആ ഭാഗം ചത്തു കഴിഞ്ഞാലേ ബാക്ടീരിയ വരുള്ളൂ. നമ്മുടെ ശരീരം തന്നെ നോക്കുക, ജീവിച്ചിരിക്കുമ്പോ വരില്ല, ചത്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം ഈ ബാക്ടീരിയാസ് ഒക്കെ വന്ന് ശരീരത്തിനെ ചെയ്യാൻ തുടങ്ങും, ശരീരം ചീഞ്ഞു പോകാൻ തുടങ്ങും. അപ്പൊ പ്രാണൻ അതിനകത്തുനിന്ന് പോയി കഴിയുമ്പോ ആണ് ഈ ബാക്ടീരിയാസ് ഒക്കെ വരുന്നത്. അല്ലാതെ ബാക്ടീരിയാസ് വരുന്നത് കൊണ്ട് കേടുവന്നു പോകലല്ല, പ്രാണൻ പോകലല്ല. പ്രാണൻ ആ ഭാഗത്തുനിന്ന് വിഡ്രോ ചെയ്താൽ ആ ഭാഗത്തേക്ക് ഇതൊക്കെ കയറി വരും. അപ്പൊ പ്രാണ സപ്ലൈ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, തപസ് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പ്രാണന്റെ സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കണം ഉള്ളിലേക്ക്. അത് പല വിധത്തിലും, അത് നമ്മൾ കണ്ടുപിടിച്ചോളും. പ്രാണന്റെ സപ്ലൈ പല വിധത്തിലും. ചിലർക്ക് ചിലപ്പോ കുറച്ച് എക്സസൈസോ വാക്കിങ്ങോ ഏകാന്തത്തിലിരിക്കലോ നിശബ്ദമായിരിക്കലോ ഒക്കെ മതി, ജപം തന്നെ വേണമെന്നില്ല. ചിലർക്ക് ആഹാരത്തിനെ അല്പം മോഡറേറ്റ് ആയത് നിയന്ത്രിച്ച് കഴിച്ചാൽ മതി, പ്രാണൻ നിന്നോളും. അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി.
എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ പ്രാണനിയന്ത്രണത്തിന് ഭഗവത്ഗീതയിൽ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഗീത പഠിക്കും തോറും, ഞാനും തുടങ്ങി 14 വർഷമായി ഗീത, 15 വർഷമായി. ഇപ്പോ തോന്നുന്നു ഗീത ഒന്നും പിടികിട്ടിയിട്ടില്ല എന്ന്. വേദത്തിന്റെ മുഴുവൻ ഭാഷ്യമാണ് ഗീത എന്നിപ്പോ തോന്നും. കർമ്മകാണ്ഡ വേദത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്, ജ്ഞാനകാണ്ഡത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്, ഉപാസനാകാണ്ഡത്തിന് വേണ്ടതൊക്കെ ഗീതയിലുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചു ഗീതയിൽ എന്താ ഉള്ളത്, ആത്മാവാണോ ഞാൻ, ശരീരമാണോ ഒക്കെ മനസ്സ്, കുറച്ച് ഇന്റലക്ച്വൽ നോളജ്. അതല്ല ഗീത. ഇപ്പൊ തോന്നുന്നു ഗീതയൊന്നും ഇങ്ങനെ ചാടിക്കയറി പറയാൻ പുറപ്പെടാൻ പാടില്ലായിരുന്നു എന്ന്. അത്രയധികം ആഴം അതിലുണ്ട്. ജീവിതമാണ്, ദൈനംദിന ജീവിതമാണ്. അത് സാധാരണ ആളുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനൊന്നും ഒരു ലിമിറ്റിന് മേലെ പറ്റില്ല. അത് നമ്മളുടെ ജീവിതം കൊണ്ട്, തപസ്സുകൊണ്ട്, ഓരോ കോശങ്ങൾ കൊണ്ടും പഠിക്കണം അതിനെ. അങ്ങനെ പഠിച്ചാലേ അത് മനസ്സിലാവൂ. അപ്പൊ പ്രാണവിദ്യ ഇതിനകത്തുണ്ട്, മനോനിയന്ത്രണ വിദ്യ ഇതിനകത്തുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ഉപാസനയുണ്ട്, ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് സയൻസാണ്, സമ്പൂർണ്ണ ശാസ്ത്രമാണത്. അപ്പോ ഈ പ്രാണനെയും വാക്കിനെയും നിയന്ത്രിച്ചുകൊണ്ട് കൂപേയഥാ ഗാഢജലെ, ഒരു കിണറ്റിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട സാധനം അന്വേഷിക്കാൻ പോകുന്ന പോലെ അന്തർനിമജ്യ, ഉള്ളിൽ ഈ പ്രാണനും മനവും നിയന്ത്രിതമാകുമ്പോ തന്നെ, വാക്കും നിയന്ത്രിതമാകുമ്പോ തന്നെ നമുക്കൊരു അന്തർമുഖത സ്വയം സഞ്ജാതമാകും. പ്രത്യക് പ്രവാഹം ഉണ്ടായി തുടങ്ങും. പുറമേക്ക് പ്രവഹിക്കുന്ന ചിത്തവൃത്തി അന്തർമുഖമായി പ്രവഹിച്ചു തുടങ്ങും. അങ്ങനെ അന്തർമുഖമായി പ്രവഹിച്ചു തുടങ്ങുമ്പോ തഥാ അന്തർനിമജ്യ ബുദ്ധിയ ശിതയ, സൂക്ഷ്മമായ ബുദ്ധി അപ്പോഴാണ് സൂക്ഷ്മമാവുക. ബുദ്ധി ശുദ്ധമാവുമ്പോ സൂക്ഷ്മമാവും. സൂക്ഷ്മമായി കഴിഞ്ഞാൽ നിതാന്തം എന്ന് വെച്ചാൽ തുടർന്ന് സന്തതം ചലിപ്പറ സന്തോഷമാകവേ എന്ന് രമണ ഭഗവാനോടടുത്ത് പറഞ്ഞു. എപ്പോഴും ചലിച്ചു പോവാതെ, തളർന്നു പോവാതെ സന്തോഷമായിട്ട് പ്രാണം ച വാചം ച നിയമി ചിൻവൻ എന്ന് വെച്ചാൽ അന്വേഷിക്കുക, തുരുതുരേ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളില്. എന്തിന്? അഹങ്കൃതി മൂലരൂപം. ഈ അഹങ്കാരം എവിടെ പൊന്തുണു? അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്? ഞാൻ 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 എന്നുള്ള ചലനം എന്താണ്? അത് എവിടെ സ്പന്ദിക്കുന്നു? അതിന്റെ മൂലരൂപം എന്താണ് എന്ന് തുടർന്ന് ശ്രദ്ധിക്കുമ്പോ അഹങ്കൃതിയുടെ മൂലരൂപം എന്ന് വെച്ചാൽ അഹങ്കൃതി ആദ്യമായി ചലിക്കുന്ന ആ രൂപം, അതിന്റെ പ്രഥമ സ്പന്ദനത്തിനെ നമ്മൾ നമ്മളുടെ ഹൃദയത്തിൽ കാണും. ആ പ്രഥമ സ്പന്ദനത്തിനെ പ്രത്യക്ഷമായി നമ്മൾ ഹൃദയത്തിൽ ദർശിക്കുന്നതാണ് ചിത്ശക്തിയുടെ ചലനം. ആ പ്രഥമ സ്പന്ദനത്തിനെ വിന്ദേത് നിജ അഹങ്കൃതി മൂലരൂപം. മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ സത്യാത്മവിചാരണം സ്യാത് യേശോഹം ഏതന്ന മമ സ്വരൂപം ഇതി പ്രമാം സത്യവിചാരണ അംഗം. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, മനസ്സല്ല, ശരീരമല്ല, ബുദ്ധിയല്ല എന്നൊക്കെ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സത്യാത്മവിചാരത്തിന് സഹായമാവും. പക്ഷെ അതൊന്നും ആത്മവിചാരമല്ല എന്നാണ്. യഥാർത്ഥ ആത്മവിചാരം ഈ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു, അതിന്റെ ഉദയസ്ഥാനം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. അതിനെ എങ്ങനെ ശ്രദ്ധിക്കും? അഹങ്കാരത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങാം. നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ അപമാനിക്കുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ സ്തുതിക്കുമ്പോ ഇതിന്റെ സ്പന്ദനം നമ്മൾ കാണും. ആ സ്പന്ദനം കാണുമ്പോ ആ സ്പന്ദനത്തിനെ ഉള്ളുകൊണ്ട് ചെകഞ്ഞുകൊണ്ട് തന്നെ പോവുക. അതെങ്ങനെ സ്പന്ദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. മൂലമായി എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധാചക്ഷുസ്സുകൊണ്ട് ഈ ആദിസ്പന്ദനത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ആദിസ്പന്ദനം തന്നെയാണ് ഗണപതി. ആദ്യമായി പൊന്തുന്ന സ്പന്ദനമാണ് ഗണപതി. ഗജഹ. ആ മൂലസ്പന്ദനത്തിനെ കണ്ടെത്തിയാൽ അദ്ദേഹം ഗജൻ ആവും. ഗജത്തിന് തിരിച്ചിട്ടാൽ എന്താ? ജഗഹ്. ജഗത്ത്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ജഗത്താവും, ചലനരൂപമായിട്ട് മാറും, പ്രപഞ്ചമായിട്ട് മാറും. അത് പിന്നോട്ട് പോകുന്നതാണ് ജഗത്തല്ല, ഗജം. ഗജം ഉമാസുതനാണ്. ഉമാ എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യയാണ്. പ്രണവത്തിന്റെ സ്വരൂപമാണ് ഉമ. ആ പ്രണവാകാരമാണ് വിഘ്നേശ്വരൻ.
വിഘ്നേശ്വരൻ എന്നൊക്കെ പുരാണ സങ്കല്പം പറയുന്നത് ഈ പ്രഥമസ്പന്ദനമാണ്. ആദ്യപുത്രനാണ്, ശിവന്റെ ആദ്യപുത്രനാണ്. ആ സ്പന്ദനത്തിനെ നമ്മളുടെ ഉള്ളിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ആ സ്പന്ദനം കൂപേയഥാ ഗാഠജലേ മജ്ജനം. ഇവിടെ മുങ്ങുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉള്ളിൽ മുങ്ങി അന്വേഷിക്കുക. മുങ്ങുക എന്ന് വെച്ചാൽ ഉള്ളിൽ എങ്ങനെ മുങ്ങും? ഒരിടത്ത് ഭഗവാൻ ഉപദേശസാരത്തിൽ പറയുന്നുണ്ട്, തലകുത്തി ഉള്ളിൽ വീഴും എന്നാണ്. സദർശനത്തിൽ തന്നെ വരുന്നത് പതേത് അഹന്ത പരിബുഗ്ന ശീർഷ എന്നാണ്. തലകുത്തി ഉള്ളിലേക്ക് വീഴുക എന്നാണ്. എന്നുവെച്ചാൽ അഹന്ത ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ ശ്രദ്ധ തിരിഞ്ഞ് തന്നെ തന്നെ താൻ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ എന്താണ് എന്ന് തുടർന്ന് അന്വേഷിച്ച് ഞാൻ എന്നുള്ള മന്ത്രത്തിനെ സദാ സ്പന്ദിപ്പിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഗൃഹത്തില് ദൈനംദിന ജീവിതത്തിൽ ഇരിക്കുമ്പോ ഓരോ ചലനത്തിലും നമുക്കിതിന്റെ ചലനം കാണാം. ബാക്കിയുള്ള മന്ത്രം പോലെ നമ്മൾ ജപിച്ചിട്ടില്ലെങ്കിലും ഇത് നമ്മളെ വിട്ടുപോകില്ല. കാരണം നമ്മൾ സദാ ഇത് ജപിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന്റെ ചലനം കാണാം. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന്റെ ചലനം കാണാം. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന്റെ ചലനം കാണാം. എന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടാൽ ഈ ചലനം കാണാം. എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറെ ആർക്കെങ്കിലും കിട്ടിയാൽ ഇതിന്റെ ചലനം കാണാം. ഓരോ സമയത്തും ഇതിന്റെ ചലനം കാണാം. ഈ ചലനം സഹജമായി നാച്ചുറലായി ഉള്ളിൽ വരുമ്പോ ശ്രദ്ധിച്ചുകൊണ്ട് ആഴ്ന്ന ഹൃദയത്തിൽ മുങ്ങുകയാണെങ്കിൽ ആ ചലനം നിശ്ചലമായ അധിഷ്ഠാനത്തിൽ സ്വരൂപസ്ഥിതിയിൽ നമ്മളെ കൊണ്ടുപോകും. ആ സ്വരൂപസ്ഥിതി തന്നെയാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം. ഇതാണ് ഹൃദയവിദ്യ എന്ന് പറയുന്നത്. ഇത് ബുദ്ധിയുടെ വിദ്യയല്ല, ഹൃദയവിദ്യ, ഹാർദവിദ്യയാണ്. ഈ ഹൃദയവിദ്യ തന്നെയാണ് ഭഗവാൻ ഇനി തുടർന്ന് പറയുന്നത്. ഈ 2-3 ശ്ലോകം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ പ്രഥമ സ്പന്ദനം അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിയാണ് ബ്രഹ്മസ്ഥിതി എന്ന് പറഞ്ഞു. നാൻ ഉദിയാതുള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ സത്യാസ്ഥിതി ന അഹമുദേതിയത്ര. അഹമുദിക്കാത്ത സ്ഥിതിയാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ അതിന് ഇത്രയധികം ആഴമുണ്ട്. ആഴത്തിൽ അഹം ഉദിക്കാത്ത സ്ഥിതി, അല്ലാതെ സ്ഥൂലമായ അഹം എന്ന് പറയാതിരിക്കലല്ല. ആഴത്തിൽ ഉദിക്കാത്ത ആ സ്ഥിതിയാണ് സാക്ഷാത്കാര സ്ഥിതി എന്ന് പറഞ്ഞു. സത്യവിചാരത്തിന് എന്നുവെച്ചാൽ ആത്മധ്യാനത്തിന് ഉള്ള അംഗമാണ് നേതി നേതി എന്നുള്ളത്. ഇതി, ഇത് ഞാനല്ല എന്നീ വണ്ണം നമ്മൾ അല്ലാത്തതിനെയൊക്കെ തള്ളിമാറ്റുക എന്നുവെച്ചാൽ അതിനെ നമ്മളിൽ അംഗീകരിക്കാതിരിക്കുക. അനാത്മവസ്തുക്കളെ ആത്മാവിൽ അംഗീകരിക്കാതിരിക്കുക. അനാത്മചിന്തനം ത്യക്ത്വാ കശ്മലം ദുഃഖകാരണം ചിന്തയ ആത്മാനം ആനന്ദരൂപം യൻ മുക്തികാരണം. അനാത്മാവിനെ ഉപയോഗിക്കാതെ വ്യവഹരിക്കാതെ പ്രകൃതിയിൽ ഒന്നും നടക്കില്ല. കാരണം അനാത്മവസ്തുക്കളൊക്കെ തന്നെ പ്രകൃതിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇതുകൊണ്ടൊക്കെയാണ് വ്യവഹാരം നടക്കുന്നത്, ലോകജീവിതം നടക്കുന്നത്. അതിനെ വ്യവഹരിച്ചുകൊള്ളുക. പക്ഷെ ചിന്തനം ത്യക്ത്വാ എന്നാണ്. ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ട മരുന്ന് കൊടുത്തോളാം, പക്ഷെ ആരോഗ്യം വേണമെന്ന് നിർബന്ധിക്കുകയോ ആരോഗ്യത്തിനെ ആശ്രയിക്കരുത്. എന്നുവെച്ചാൽ രോഗം വരുത്തിക്കൂട്ടണം എന്നല്ല അർത്ഥം. ശരീരം കൊണ്ട് പ്രവർത്തിച്ചുകൊള്ളുക, പക്ഷെ പ്രവൃത്തിയെ ആശ്രയിക്കരുത്. ശരീരത്തിനെ കഴിയുന്നതും ആരോഗ്യമായിട്ട് വെച്ചുകൊള്ളുക, പക്ഷെ ആരോഗ്യത്തിനെ ആശ്രയിക്കരുത്. സമയത്തിന് കിടന്നു ഉറങ്ങുക, പക്ഷെ ഉറക്കത്തിനെ ആശ്രയിക്കരുത്. എന്നുവെച്ചാൽ ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് ജപം ചെയ്യാം, ശാന്തമായിട്ട് ഇരിക്കാം. ഉറക്കം വന്നില്ലല്ലോ എന്ന് വിഷമിക്കരുത്, ചിന്തിക്കരുത്. ഞാൻ ഉറങ്ങുന്നു, എനിക്ക് നിർബന്ധമായ ഒരു അനുഭവമാണ് ഉറക്കം എന്ന് ചിന്തിച്ച് ആശ്രയിക്കരുത്. ഞാൻ ശരീരമാണ്, ശരീരം എപ്പോഴും ആരോഗ്യമായിരിക്കണം എന്ന് നിർബന്ധപൂർവം ആശ്രയിക്കരുത്. എനിക്ക് പ്രവൃത്തി ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി ഉണ്ടായേ തീരൂ, രണ്ടും ആശ്രയമാണ്.
ജോലിയില്ലാത്ത ആൾക്ക് ജോലി വേണമെന്ന നിർബന്ധമോ, ജോലി നിർബന്ധമായുള്ള ആൾക്ക് അതിൽ നിന്ന് വിട്ടുവരണം എന്ന നിർബന്ധമോ, രണ്ടും ജോലിയെ ആശ്രയിക്കലാണ്. ഇത് രണ്ടും, ഈ ആശ്രയം വിട്ടാൽ അതാണ് ചിന്തനം ത്യക്ത്വ എന്നുള്ളതിനാണ് ഈ പ്രാധാന്യം. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിക്കുന്നത് ആത്മാനം ആനന്ദരൂപം ചിന്തയ എൻ മുക്തി കാരണം. തന്നെക്കുറിച്ച് തന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധയെ തിരിച്ചുവിടുക. ക്രിയ, ചിന്ത, ലയം ഇതൊന്നും നമ്മളുടെ സ്വരൂപമല്ല. പ്രവർത്തിക്കുക, ചിന്തിക്കുക, ഉറങ്ങുക, ഇത് മൂന്നുമാണ് ശരീരം ചെയ്യുന്ന പ്രക്രിയകൾ. ഇത് മൂന്നിനെയും ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നത് ഈശ്വരനെ മാത്രം, ഭഗവാനെ മാത്രം. ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ? നിത്യവസ്തു, നിത്യനിരന്തരമായ സ്വരൂപത്തിനെ മാത്രം ആശ്രയിച്ച് ചിന്തയും ക്രിയയും നിദ്രയുമൊക്കെ പ്രകൃതിയിലാണ് നടക്കുന്നത് എന്ന് മറന്നുകളയാതിരിക്കുക. അത്രയേ വേണ്ടൂ. അത്രയുമായാൽ നമ്മൾ പ്രകൃതിക്ക് പുറത്തായി പോകും. പ്രകൃതിക്ക് അകത്തിരിക്കുമ്പോ പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാന്. പ്രകൃതിസ്ഥനായിട്ട് ഇരുന്നാൽ പ്രകൃതിയിലുള്ള സുഖദുഃഖങ്ങൾ, വിഷമങ്ങളൊക്കെ അനുഭവിക്കും. പുരുഷൻ സ്വസ്ഥനായിട്ടിരുന്നാൽ, തന്റെ സ്വരൂപത്തിൽ ഇരുന്നാൽ പ്രകൃതിയുടെ പാട്ടിൽ നടക്കും. പക്ഷേ തനിക്ക് വിശ്രാന്തി ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. അപ്പോ താനല്ലാത്തതിനെ താൻ അല്ല എന്നറിയുന്നത് അംഗമാണ്, പ്രധാനമായ അംഗമാണ്. അനാത്മവസ്തുക്കൾ താനല്ല എന്നറിയുന്നു. ശരീരം ഉണ്ട്, ശരീരം ഞാനല്ല. ശരീരം ഞാൻ ആശ്രയിക്കുന്നില്ല. ശരീരത്തിനെ ആശ്രയിക്കുന്നത് എന്താ? ആരോഗ്യത്തിനെ ആശ്രയിക്കലാണ്. ആരോഗ്യം നമ്മളുടെ കയ്യിലില്ല. നമ്മളുടെ കയ്യിലില്ലാത്ത ഒന്നിനെ നമ്മൾ ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ശരീരം പ്രാരബ്ധത്തിന്റെ കയ്യിലാണ്. അതാണ് ഇന്നലെ പറഞ്ഞുവല്ലോ തുളസീദാസിന്റെ പ്രാരബ്ധ രച പൂർവ് പീഛേ രച ശരീരം. പ്രാരബ്ധത്തിനെ മുമ്പിൽ രചിച്ചിട്ടാണ് ശരീരത്തിനെ രചിച്ചത് എന്നാണ്. എന്നുവെച്ചാൽ പ്രാരബ്ധത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ശരീരം. ആഗാമി സഞ്ചിതങ്ങളുടെ എക്സ്പ്രഷനാണ് മനസ്സായിട്ടും കാരണശരീരമായിട്ടൊക്കെ ഇരിക്കണം. അതൊന്നും ഇപ്പൊ നമ്മൾ അറിയണ്ട. പക്ഷെ പ്രാരബ്ധം ഉണ്ട്. പ്രാരബ്ധം ശരീരമായി എക്സ്പ്രസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ ഇനി നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് രോഗം വരണോ എന്തു വരണം. ശരീരത്തോടെ ഇരിക്കുന്നതേ നമ്മളുടെ സ്വരൂപമല്ല. ശരീരത്തോടെ ഇരിക്കുക എന്ന് വെച്ചാൽ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ലിമിറ്റേഷൻ എന്നാണ് അർത്ഥം. അപ്പൊ ശരീരത്തിനോട് സംബന്ധം പാലിക്കാതെ ഇരിക്കൽ മാത്രമാണ് ബുദ്ധിയുടെ ലക്ഷണം. നിർബന്ധം പിടിക്കാതിരിക്കൽ. ഒരിക്കൽ ഒരാൾ ചോദിച്ചു രമണ മഹർഷിയോട്, രമണ ഭഗവാനോട് ചോദിച്ചു, ചില യോഗികളൊക്കെ പറയണു ശരീരം യോഗ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് വ്യാധിയൊന്നും വരാത്ത ഒരു ശരീരമാക്കി നിർത്തിയിട്ട് ആ ശരീരത്തിലെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ എന്ന് ചില യോഗികളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് മഹർഷിയുടെ ഉത്തരം, ശരീരമേ ഒരു വ്യാധി. அதுக்கு வியாதி வந்ததுன்னா വ്യാധിക്ക് വ്യാധി വന്നതെന്ന് ചൊല്ലണോ പോയി. ശരീരം തന്നെ ഒരു വ്യാധിയാണെന്ന്. എന്നുവെച്ചാൽ വ്യാധി എന്നുള്ളത് കൊണ്ട് അതിനെ കണ്ടം ചെയ്തതല്ല, നിന്ദിച്ചതല്ല. പിന്നെയോ ഏതൊന്നാണോ നമ്മളുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുന്നത് അതിന് പേരാണ് വ്യാധി. കാല് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ കാലിൽ വേദന ഉണ്ടെങ്കിൽ നമ്മളുടെ അറ്റൻഷൻ അങ്ങോട്ട് ഡൈവേർട്ടാകും. കൈയുണ്ട്, കുഴപ്പമില്ല. കയ്യിൽ വേദനയുണ്ടെങ്കിൽ അറ്റൻഷൻ ഡൈവേർട്ടാകും.
അതേപോലെ ശരീരം നമ്മളുടെ അറ്റൻഷനെ തിന്നാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വ്യാധിയാണ്. അപ്പോ അനാത്മചിന്തനം തെക്വ, അനാത്മവസ്തുക്കളെ ചിന്തിക്കൽ, ആശ്രയിക്കുമ്പോഴാണ് ചിന്തിക്കുക. നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു അതിനെ നാച്ചുറൽ ആയിട്ട് ചിന്തിക്കും. ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പ്രയത്നമൊന്നും കൂടാതെ തന്നെ ഭഗവാനെ ചിന്തിക്കും. ആധ്യാത്മികത്തിനെ ആശ്രയിക്കുന്നു എങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ അതിൽ പ്രവർത്തിക്കും. പണത്തിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ അതിനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആരോഗ്യത്തിനെ ആശ്രയിക്കുന്നുവെങ്കിൽ പ്രയത്നം കൂടാതെ തന്നെ ആരോഗ്യം വരണമെന്നും രോഗം വരാൻ പാടില്ല എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും നമ്മളുടെ കയ്യിലില്ല എന്ന് ശരണാഗതി ചെയ്ത് വിട്ടുകൊടുത്ത്, ആർക്ക് ശരണാഗതി? പ്രകൃതിയെ തന്നെ ഭഗവാൻ എന്ന് ധരിക്കുമ്പോ ഭഗവാന് ശരണാഗതി. സാഖ്യയോഗം അനുസരിച്ചാണെങ്കിൽ പ്രകൃതിയുടെ വസ്തുവിനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. ഭക്തിമാർഗത്തിലാണെങ്കിലോ ശരീരത്തിനെ ഭഗവാന് കൊടുക്കും, ശരീര മനസ്സുകളെ ഭഗവാന് കൊടുക്കണം. രമണ മഹർഷിയുടെ മാർഗം ഭക്തിയാണ്. അരുണാചല പഞ്ചരത്നം, നവമണിമാലൈ, പതികം, അക്ഷരമണമാലൈ, അരുണാചല അഷ്ടകം എന്ന 5 സ്തുതികളുണ്ട്, സ്തുതി പഞ്ചകം. അതിൽ പതികത്തില് രമണ ഭഗവാൻ അരുണാചലേശ്വരനോട് പറയുന്നു, എനിക്ക് യാതൊരു കുറവുമില്ല ജീവിതത്തിൽ എന്നാണ്, ഞാൻ പൂർണ്ണനാണ്. ആ പൂർണ്ണത എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, അണ്ണാമലയായി അടിയേனை ആണ്ട അன்றே ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുறையுண்டோ குறையும் குணமும் நீ அல்லால் எண்ணேன் இவற்றை என் உயிரே எண்ணம் எதுவோ அது செய்வாய் கண்ணே உந்தன் கழலினையில் காதல் பெருக்கே தருவாயே அண்ணாமலையாய் அடியேனை ஆண்ட அன்றே ஆவி உடல் கொண்டாய். എപ്പോഴാണോ അരുണാചലേശ്വരൻ എന്നെ പിടിച്ചെടുത്തത്, ആണ്ട അൻറെ, ആളുക എന്ന് വെച്ചാൽ കോൺകറിംഗ് ആണ്, ഭരിക്കുക. അജ്ഞാനദശയിൽ നമ്മളെ ആരാ ഭരിക്കണത്? ഉണ്ടല്ലോ നമ്മളുടെ ഇഷ്ടൻ ആസാമി, അദ്ദേഹമാണ് ഭരിക്കുന്നത്. ഈഗോ. ഒരു മഹാത്മാ പറഞ്ഞു, അദ്ദേഹത്തിന് ഈഗോ എന്ന് പേര് വരാൻ കാരണം, ഇ സ്റ്റാൻഡ്സ് ഫോർ എൻലൈറ്റൻമെന്റ്. ഓൺലി വെൻ എൻലൈറ്റൻമെന്റ് കംസ് ഹി വിൽ ഗോ. അതുകൊണ്ടാണ്. അപ്പോ എപ്പോ ഭഗവാനെ ആശ്രയിക്കുന്നുവോ അതുവരെ അയാളുടെ ഭരണമാണ്, കംസന്റെ ഭരണമാണ്. ഭഗവാൻ ഈ ജീവനെ ഈ അഹങ്കാരത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാക്കുന്നതാണ് ഭഗവാന്റെ ഭരണത്തിന് ചുവട്ടിൽ വരൽ എന്ന് പറയുന്നത്. രാമരാജ്യം, അപ്പോഴേ രാമരാജ്യമാവുള്ളൂ. അപ്പോ അതിന് ആൾക്കൊള്ളൽ എന്നാണ് ഭക്തന്മാരുടെ ഭാവം. അതായത് നമ്മൾ ശരണാഗതി ചെയ്യലല്ല. ഈ അഹങ്കാരം എങ്ങനെ ശരണാഗതി ചെയ്യും? അഹങ്കാരം കൊണ്ട് അഹങ്കാരത്തിനെ ജയിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിന്റെ ഘട്ടം വരെ നമ്മളുടെ സാധന എത്തുമ്പോ അപ്പോഴാണ് നമുക്ക് ഈ തടുത്ത് ആൾക്കൊള്ളൽ എന്ന് പറയുന്ന ഭക്തന്മാരുടെ ഭാവം, കൃപ എന്ന് പറയുന്നത്, ആത്മാ ജീവനെ വരിക്കൽ എന്ന് ഉപനിഷത്ത് പറയുന്നതൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ജീവൻ ആത്മാവിനെ ആദ്യം വരിക്കുന്നു,
പിന്നീടോ ആത്മാ ജീവനെ വരിക്കുന്നു. രുക്മിണീ ദേവി കൃഷ്ണനെ വരിച്ചു. പിന്നെയോ ഭഗവാൻ ഇങ്ങോട്ട് വന്നു കൂട്ടിക്കൊണ്ടുപോയി. നദി സമുദ്രത്തിനെ വരിച്ച് ഏകദേശം അടുത്ത് വരെ ചെന്നു. സമുദ്രം ഇങ്ങോട്ട് വന്ന് നദിയെ കൊണ്ടുപോകും. അപ്പോ അതാണ് ആൾക്കൊള്ളൽ. രമണ ഭഗവാൻ അരുണാചലേശ്വരനോട് പറയുന്നത്, അവിടുന്ന് എന്നെ എപ്പോഴാണോ ആൾക്കൊണ്ടത്, ആവി ഉടൽ കൊണ്ടായി. ആവി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം, നമ്മളുടെ ജീവൻ എന്ന് നമ്മൾ പറയുന്ന ആന്തരികമായ നമ്മളുടെ ഇമോഷണൽ, സൈക്കിക്, വിൽഫുൾ ബോഡി, എല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാം ഞാൻ എന്ന് പറയണത്. ഉടൽ, ശരീരം, ഇത് രണ്ടിനെയും ഭഗവാൻ പിടിച്ചെടുത്തു എന്നാണ്. ആവി ഉടൽ കൊണ്ടായി എന്നുവെച്ചാലോ അഹങ്കാരത്തിന്റെ സ്ഥാനം അവിടെ നിന്നും ഒഴിഞ്ഞു. ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ആഗ്രഹമല്ല, ഈശ്വരന്റെ ആഗ്രഹമാണ്. ഭഗവാനോട് അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഭഗവാനോട് എന്നെ നല്ല വഴിക്ക് നടത്തിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ, ഭഗവാനെ, എന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിത്തവൃത്തി പോലും എന്റെ ചിത്തവൃത്തി ആയിരിക്കരുത്. എന്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻ പോലും എന്റെ ഇമോഷൻ ആയിരിക്കരുത്. ഞാൻ തെറ്റായ വഴിക്ക് പോവുകയും അങ്ങ് നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് പകരം എന്റെ ഉള്ളിൽ ഇരുന്നുള്ള സകല ചലനങ്ങളും അവിടുത്തെ ചലനമായിരിക്കണം. എന്റെ ഉള്ളിൽ വരുന്ന സകല പ്രവൃത്തികളും അങ്ങയുടെ പ്രവൃത്തിയായിരിക്കണം, എന്റേതായിരിക്കരുത്. അപ്പോഴാണ് കംപ്ലീറ്റ് സ്വാതന്ത്ര്യം. അല്ലാതെ ഡൂസ് ആൻഡ് ഡോൺസ് വെച്ചിട്ട് നമുക്ക് അത്രയൊന്നും സ്വതന്ത്രമാവാൻ പറ്റില്ല. അപ്പൊ ആവിയും ഉടലും എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും എപ്പോ സമ്പൂർണമായും ഈശ്വരപ്രണിധാനം കൊണ്ട് ഈശ്വരന്റെ നിയന്ത്രണത്തിൽ, അധീനത്തിൽ വരുന്നു, അതാണ് തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത എന്ന് ഗീതയിലെ ശ്ലോകത്തിന് അർത്ഥം. സർവഭാവങ്ങൾ കൊണ്ടും അന്തര്യാമിയായിട്ടുള്ള ഈശ്വരന് ശരണാഗതി ചെയ്യും. അങ്ങനെ ശരണാഗതി ചെയ്ത അന്തര്യാമിയായ ഭഗവാൻ പ്രസന്നനായാൽ പരാം ശാന്തിം, പരമമായ ശാന്തി. ശാന്തി എന്നിവിടെ പറഞ്ഞാൽ സമാധി എന്നർത്ഥം, നിർവികൽപ്പ സമാധി എന്നർത്ഥം. നിർവികൽപ്പ യോഗമല്ല, നിർവികൽപ്പ ബോധം. നിർവികൽപ്പ യോഗം വരികയും പോവുകയും ചെയ്യും, അത് മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. നിർവികൽപ്പ യോഗം വരികയോ പോവുകയോ ചെയ്യില്ല, അത് ജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്, പ്രത്യഭിജ്ഞ കൊണ്ടുണ്ടാവുന്നതാണ്. നിർവികൽപ്പ യോഗം വരും പോകും, നിർവികൽപ്പ ബോധം വരില്ല പോവില്ല, അത് എപ്പോഴും ഉള്ളതാണ്, അത് പ്രത്യഭിജ്ഞ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒന്ന് മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്, മറ്റൊന്ന് റെക്കഗ്നിഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. മെഡിറ്റേഷൻ കൊണ്ടുണ്ടാവുന്നത് വരികയും പോവുകയും ചെയ്യും, റെക്കഗ്നിഷൻ കൊണ്ടുണ്ടാവുന്നത് ഒരിക്കലും പോവില്ല, നഷ്ടപ്പെടില്ല. എന്നുവെച്ചാൽ ശരീരവും മനസ്സും എന്റെ അല്ല എന്ന റെക്കഗ്നിഷനാണ് ഉണ്ടാവുന്നത്, അല്ലാതെ ഭാവനയല്ല. ശരീരത്തിനെയും മനസ്സിനെയും എപ്പോ ഭഗവാന് കൊടുത്തുവോ, ആവി ഉടൽ കൊണ്ടായി, അതോടെ മഹർഷി പറയണത് എനക്കൊരു കുറയുണ്ടോ എന്നാണ്. എനിക്ക് ഇനി ഒരു കുറവുമില്ല. എല്ലാ കുറവുകളും അഹങ്കാരം ഉണ്ടാക്കിയതാണ്. എല്ലാ കുറവുകളും ശരീരത്തിനെ ഉണ്മയെന്ന് കരുതുന്നത് കൊണ്ടുണ്ടായതാണ്. എല്ലാ കുറവുകളും മനസ്സിനെ ഉണ്മയെന്ന് കരുതുന്നത് കൊണ്ട് ഉണ്ടായതാണ്. ശരീരവും മനസ്സും കുറവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അപൂർണതയെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോ പൂർണമായ സ്വരൂപം അനുഭവത്തിലേക്ക് വന്നോ ആ ക്ഷണം കുറവ് പോയി. എനക്കോർ കുറയുണ്ടോ. ഇനിയിപ്പോ കുറയും ഗുണവും ഒക്കെ തോന്നും, ഗുണവും ദോഷവും ഒക്കെ തോന്നും. എവിടെ? ശരീരത്തിലും മനസ്സിലും. അങ്ങനെയൊക്കെ തോന്നിയാലും അതില്ലാതാക്കാൻ പറ്റില്ല. ശരീരത്തിലും മനസ്സിലും എന്തു കുറവ് തോന്നിയാലും, ചക്രവർത്തി സ്വർണക്കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഭിക്ഷാന്തേഹിയായി കനവ് കണ്ടാൽ, സ്വപ്നം കണ്ടാൽ അയാൾക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല, അത് വെറും സ്വപ്നമാണ്. അതേപോലെ ഉള്ളിൽ ബോധത്തിനെ കണ്ട ജ്ഞാനിക്ക്
പൂർണ്ണതയെ തന്നിൽ കണ്ട ജ്ഞാനിക്ക് അപൂർണമായ ശരീര മനസ്സുകൾ പ്രശ്നമല്ല. ശരീരത്തിലും മനസ്സിലും പിന്നെയും കുറവുകൾ ഉണ്ടെങ്കിലും എണ്ണേനിവറ്റൈ, ഇതിനെ ഞാൻ ഇനിമേലാൽ ചിന്തിക്കില്ല. എണ്ണേൻ ഇവറ്റൈ എന്താണെന്ന് വെച്ചാൽ, മരുഭൂമിയിൽ ദൂരത്തുനിന്ന് വെള്ളം ഇല്ല എന്ന് കണ്ടിട്ട് വന്ന ആള് പിന്നെയും വെള്ളം കണ്ടെങ്കിലും അയാൾ അത് കുടിക്കാനായി ഓടിച്ചെല്ലില്ല. എന്താന്ന് വെച്ചാൽ അവിടെ വെള്ളമില്ല എന്ന് അയാൾക്കറിയാം, കണ്ടാലും കുഴപ്പമില്ല. എണ്ണേനിവറ്റൈ, എന്തൊക്കെ ദുഃഖം വന്നാലും എൻ ഉയിരേ എണ്ണം യതുവോ അതിശൈവായി, എന്റെ സർവസ്വമായ എന്റെ പ്രാണനാഥനായ ഹേ ഭഗവാൻ, അവിടത്തേക്ക് എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് എന്നെ വെച്ചുകൊണ്ട്. അങ്ങനെ പറയുന്ന ആളെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. വെട്ട്, നുറുക്കേ, കൊല്ലുകയെ, വിഷമിപ്പിക്കുകയെ, ദുഃഖിപ്പിക്കുകയെ, വ്യാധി വരുത്തുകയെ, കരയിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എണ്ണം യതുവോ അതിശൈവായി. നമ്മളുടെ സകല ഭയവും എന്താണ്? നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷമങ്ങൾ വരുവോ, പ്രതീക്ഷിക്കുന്ന സുഖം വരാതിരിക്കുവോ, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. ആരാണോ എ പേഴ്സൺ ഹു ഈസ് റെഡി ടു അക്സെപ്റ്റ് മിസറി, വിവേകാനന്ദ സ്വാമികൾ എടുത്തു പറയുന്നത്, എ പേഴ്സൺ ഹു ഈസ് റെഡി ടു ഹഗ് ദ ഫോം ഓഫ് ഡെത്ത്. To him the mother comes. കാളിയെക്കുറിച്ച് പറയാം. ആര് ദുഃഖത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണോ, ആരാണോ ദുഃഖത്തിനെ വെറുക്കാത്തവൻ, സുഖത്തിനോട് പറ്റിക്കൂടാത്തവൻ, രണ്ടും ആർക്ക് തുല്യമാണോ, എണ്ണം യതുവോ അതിശൈവായി. അപ്പൊ ഇനിയിപ്പോ എന്താ? ശരീര മനസ്സിനെ ഞാൻ വിട്ടു. പിന്നെന്താ? കണ്ണേവുന്തൻ കഴലിണയിൽ കാതൽ പെരുക്കേ തരുവായേ. കണ്ണേ എന്ന് വെച്ചാൽ പ്രിയത്തോടുകൂടെ ഭഗവാനെ കണ്ണേ എന്ന് വിളിക്കുകയാണ് എന്നുള്ളത് ഒരു വശം. മറ്റൊരു വശത്ത് കണ്ണുക്ക് കണ്ണായി കണ്ണിன்றി കാണുനെ കാണുവത് എവർ പാർ അരുണാചല എന്ന അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറയുന്നു. അതായത് കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ എന്നുവെച്ചാൽ തന്റെ അനുഭവത്തിൽ ഇപ്പോ ശിവൻ മാത്രമേ ഉള്ളൂ, ശവം ഇല്ല. ശവത്തിനെ കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ശിവത്തിനോട് കാതൽ പെരുക്കേ തരുവായേ. പെരുക്ക് എന്ന് വെച്ചാൽ ഫ്ലഡ്, വെള്ളം പെരുകി വരുന്ന പോലെ. അത്രയും അധികം പ്രേമം, പ്രിയം എനിക്ക് ഭഗവാനോട് ഉണ്ടാവട്ടെ. ശരീരത്തിനും മനസ്സിനും എന്ത് വിഷമങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ. യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. മുകുന്ദമാലയിൽ ആഴ്വാർ പ്രാർത്ഥിച്ചു. ഭഗവാനോട് പറയാണ്, ഭഗവാനെ ഈ ശരീരത്തിന് എന്തൊക്കെ വിഷമങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ, യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. പൂർവകർമ്മത്തിനനുസരിച്ച് എന്തൊക്കെ ഭവിക്കണോ ഈ ശരീരത്തിന് ഭവിച്ചോട്ടെ. ഏതത് പ്രാർത്ഥ്യം, എനിക്കിത്രയേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്താണ്? ആ സ്വരൂപത്തിനെ മറക്കാതിരിക്കണം, ഭഗവാനെ മറക്കാതിരിക്കണം, ഭഗവത് സ്മരണ വിട്ടുപോവാതിരിക്കണം. ഭഗവാനെ വിട്ട് ഒരു ക്ഷണം എന്റെ ശ്രദ്ധ അകന്നു പോവാതിരിക്കണം. എനിക്ക് പ്രേമഭക്തി ഉണ്ടാകണം, പ്രിയം ഉണ്ടാവണം, അഹൈതുകി ഭക്തി ഉണ്ടാകണം. ശരീരത്തിന് വേണ്ടിയല്ല ഭക്തി, മനസ്സിന് വേണ്ടിയല്ല ഭക്തി, ഭക്തിക്ക് വേണ്ടി ഭക്തി. ശരീരവും മനസ്സും ഒക്കെ ഭഗവാന്റെ യന്ത്രങ്ങളായിട്ട് തീരുന്നു, ഇൻസ്ട്രുമെന്റ് ആയിട്ട് തീരുന്നു. അതിലെന്തു വിഷമങ്ങളുണ്ടെങ്കിലും ഈ ഭക്തൻ അതിൽ ചിന്തിക്കുന്നില്ല. ആ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് അംഗമാണ്, ചിന്തിക്കുക എന്നുള്ളത് സാധനയാണ്. ചിന്ത എവിടെയിരിക്കുന്നു? ചിന്ത ആത്മാവിലാണ്, ചിന്ത സ്വരൂപത്തിലാണ്. ഇവിടെ യോഗമാർഗമായിട്ട് ഇവിടെ ഭഗവാൻ പറയുമ്പോ കിണറ്റിലാഴ്ന്ന് മുങ്ങി നഷ്ടപ്പെട്ടുപോയ അഹങ്കാരത്തിനെ നഷ്ടപ്പെട്ടുപോയ വസ്തുവിനെ അന്വേഷിക്കണ പോലെ ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങി അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിക്കുക. അഹങ്കാരത്തിന് മൂലം എന്ന് വെച്ചാൽ
അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ ലയമാകും. ലയമാകുന്നിടത്ത് പ്രകാശിക്കുന്ന വസ്തുവിനെ അന്വേഷിക്കുക എന്നാണ്. ഗജേന്ദ്രമോക്ഷത്തിൽ ആ ആന അഹങ്കാരത്തിന്റെ നാശത്തിനെ കണ്ടു. ഗജേന്ദ്രൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. അഭിമാനമാണ് ഗജേന്ദ്രൻ. ആനയെപ്പോലെ, ഒറ്റയാനയെപ്പോലെ അഭിമാനത്തോടെ ഇരിക്കുന്ന ആള് തന്റെ ബലവും പരാജയപ്പെടുന്നത് കണ്ടു. താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ഒക്കെ ബലം പരാജയപ്പെടുന്നത് കണ്ടപ്പോ സ ആത്മമൂലോ അവതുമാം പരാത്പരഃ, എന്റെ തന്നെ മൂലമായിട്ടുള്ള ആ വസ്തു എന്നെ രക്ഷിക്കട്ടെ എന്നാണ്. പരത്തിനും അപ്പുറം ഉള്ളതായ ആ വസ്തു, പരം എന്ന് വെച്ചാൽ ജീവൻ എന്നർത്ഥം, ജീവനും അപ്പുറത്തുള്ളതായ ആത്മമൂലം ആയിട്ടുള്ള ആ വസ്തു എന്നെ രക്ഷിക്കട്ടെ. സ ആത്മമൂലോ അവതുമാം പരാത്പരഃ. ആ ആത്മമൂലത്തിനെയാണ് ഇവിടെ സ്വമൂലേ എന്ന് പറയുന്നത്. സ്വമൂലേ മൗനേന മജ്ജൻ മനസാ സ്വമൂലചൈവ സത്യാത്മവിചാരണം സ്യാത്. തന്റെ മൂലത്തിൽ, തന്റെ സോഴ്സില്, അഹങ്കാരമില്ലാത്ത സ്ഥാനത്തിൽ, ജീവബോധമില്ലാത്ത സ്ഥാനത്തിൽ ഏതൊരു പൂർണ്ണവസ്തു, പരാത്പരമായ വസ്തു പ്രകാശിക്കുവോ, ഏതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ പ്രപഞ്ചം മുഴുവൻ ചരിക്കുന്നത്, ശരീരത്തിനെയോ മനസ്സിനെയോ ആശ്രയിച്ചുകൊണ്ടല്ല നമ്മളിരിക്കുന്നത്, നമ്മളെ ആശ്രയിച്ചുകൊണ്ടാണ് ശരീര മനസ്സുകൾ ഇരിക്കുന്നത്. നമ്മളോ നമ്മളുടെ യഥാർത്ഥ സ്വരൂപമായ പരമാത്മവസ്തുവിനെ, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ഭഗവാൻ ഗീതയില് ഒരു ശ്ലോകം, ആ ശ്ലോകം പലരും പലവിധത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. അതിന് ആളുകൾ സാധാരണ പറയണത് ഭഗവാനെ മനുഷ്യരൂപമെടുത്തവനായി മൂഢന്മാർ ധരിക്കണു. അങ്ങനെയല്ല ആ ശ്ലോകത്തിനർത്ഥം. ശ്ലോകത്തിൽ തന്നെ വ്യാഖ്യാനമുണ്ട്. പരംഭാവം അജാനന്തഃ മമ ഭൂതമഹേശ്വരം. പഞ്ചഭൂതങ്ങൾക്കും മഹേശ്വരനായ എന്നെ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവനായി മൂഢന്മാർ ധരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ശരീരവും മനസ്സിനും ഒക്കെ അന്തര്യാമി ഈശ്വരനായിരിക്കെ ആ അന്തര്യാമി ശരീരമനസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നതായി മൂഢന്മാർ ധരിക്കുന്നു. ശരീരമനസ്സുകളാണ് അന്തര്യാമിയെ ആശ്രയിച്ചിരിക്കുന്നത്, അല്ലാതെ അന്തര്യാമിയല്ല ശരീരമനസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ നമ്മൾക്ക് അത്രയൊക്കെ വിശ്വാസ ബലം ഉണ്ടെങ്കിൽ, ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ തപസ്സുകൊണ്ട് സാധിക്കുമെങ്കിൽ, കേവലം ഭഗവതാശ്രയം കൊണ്ട് ശരീരത്തിലുള്ള സകല വ്യാധികളും നമുക്ക് മാറ്റാൻ പറ്റും. മഹാത്മാക്കളുടെ ചരിത്രത്തിൽ കാണുന്നതൊന്നും കള്ളമല്ല എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷേ വിശ്വാസത്തിനെ വിട്ട്, ശ്രദ്ധയെ വിട്ട്, സയന്റിഫിക്കായിട്ട് എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് തള്ളിക്കളഞ്ഞാൽ ഉഭയഭ്രഷ്ടന്മാരായിട്ട് തീരും. നമ്മൾ ലോകത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായിട്ട് തീരും, ആധ്യാത്മികത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായിട്ട് തീരും. അങ്ങോട്ടും നമ്മൾ പോവില്ല, ഇങ്ങോട്ടും പോവില്ല. ശ്രദ്ധയുടെയും ഭക്തിയുടെയും ധ്യാനയോഗത്തിന്റെയും ചുവട് പിടിച്ചുകൊണ്ട് വേണം സത്യത്തിനെ അറിയാൻ. അവിടെ ആദരവ് വേണം, അവിടെ പ്രിയം വേണം, അലൗകികമായ വസ്തുവിനെ അല്പമൊന്ന് ഊഹിക്കാനുള്ള ശക്തി വേണം, ആ വസ്തുവിനെ കണ്ടവരുടെ സമ്പർക്കം വേണം, അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഈ വസ്തുവിനെ അല്പം ഒന്ന് മണത്തു നോക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ സത്യം പിടികിട്ടും. അല്ലാതെ യുക്തിവാദവും കൊണ്ട് അധ്യാത്മമണ്ഡലത്തിലേക്ക് വന്നാൽ വിപ്രലംബകത്വം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ ഒരിടത്ത് പറയുന്നുണ്ട്. ചതിക്കുഴിയുണ്ട് എന്ന്, ഡിസെപ്റ്റീവ് പിറ്റ്സ്. വളരെ ക്ലിയർ ആയിട്ടിരിക്കും, എല്ലാം തെളിയും, പക്ഷെ അനുഭൂതി വരില്ല, ആനന്ദം വരില്ല, ശാന്തി വരില്ല. അപ്പോ വേണമെങ്കിൽ അന്തര്യാമിയെ ആശ്രയിച്ചുകൊണ്ടാണ് ശരീരവും മനസ്സും ഉള്ളത് എന്ന് ആർക്ക് വിശ്വാസമുണ്ടോ അവർക്ക് അല്പം ജലം മതി വ്യാധി മാറാൻ. ഔഷധം ജാഹ്നവീ തോയം വൈദ്യോ നാരായണോ ഹരി.
ശരീരേ ജർജരീഭൂതേ വ്യാധിഗ്രസ്തേ കളേവരെ ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരിഹി. പക്ഷെ ഇതിന് ധൈര്യം വേണം, ഇതിന് വിശ്വാസം വേണം, ഭക്തി വേണം. അന്തര്യാമിയായി ഹൃദയത്തിലിരിക്കുന്ന നാരായണൻ സർവശക്തനും സർവജ്ഞനും, സർവജ്ഞ സർവവിത് യസ്യ ജ്ഞാനമയം തപഃ ദിവ്യേ ബ്രഹ്മപുരേ ഹ്യേഷ വ്യോമിനി ആത്മാ പ്രതിഷ്ഠിത. നമ്മളുടെ ഹൃദയാകാശത്തിൽ ബ്രഹ്മപുരത്തിൽ സർവജ്ഞനും സർവത്തിനെയും അറിയുന്നവനുമായ അന്തര്യാമി ഇരിക്കണു എന്ന ശ്രദ്ധയോടുകൂടെ ആ അന്തര്യാമിയെ ആശ്രയിച്ചുകൊണ്ട് അല്പം ഒന്ന് ആചമനം ചെയ്താൽ വ്യാധി പോയി പോകും. വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ തന്നെ ധരിച്ചിരുന്നു അർത്ഥവാദമാണെന്ന്. അച്യുതാനന്ദ ഗോവിന്ദ് നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാ രോഗാഹ സത്യം സത്യം വദാമ്യഹം. പിന്നെയാണ് ഈ ശ്ലോകം പറയണത് ആയുർവേദത്തിലാണ്. അത് മഹാഭാരതത്തിലോ വിഷ്ണു സഹസ്രനാമത്തിലോ ഒന്നുമല്ല. ആയുർവേദത്തിന്റെ അവസാനത്തെ വാക്കായിട്ട് ചരകനോ ശുശ്രുതനോ പറയുന്ന ശ്ലോകം അത്. എന്നുവെച്ചാൽ അവർക്കും നല്ലവണ്ണം അറിയാം ശരീരത്തിലല്ല വ്യാധി, അജ്ഞാനമാണ് വ്യാധി. സ്വാമി രാമതീർത്ഥൻ പറയും, there is only one disease for which there is only one remedy. Disease is not realizing one's real nature. Ignorance is the disease and for which there is only one remedy, that is knowledge about oneself. ജ്ഞാനം കൊണ്ട് ശരീരത്തിനെയേ ഒഴിച്ചു മാറ്റാം. അനാമയോഹം അനാമയോഹം എന്ന് വെച്ചാൽ ശരീരം എന്റെ സ്വരൂപമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒരുപക്ഷെ പ്രാരബ്ധവ്യാധി വന്നാൽ പോലും നമ്മൾ ബാധിക്കില്ല. ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ടുള്ള സങ്കല്പം കൊണ്ടുണ്ടാവുന്ന വ്യാധികളൊക്കെ വിട്ടുപോവുകയും ചെയ്യും. പ്രാരബ്ധവ്യാധി വരുമായിരിക്കും, കാരണം അത് ശരീരം വരുമ്പോ തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ജീവന് വിമുക്തി മാർഗം എന്താ? അന്തര്യാമിയെ, ഭഗവാനെ, ഹൃദയസ്ഥനായ ഈശ്വരനെ ആശ്രയിക്കുക, പിടിക്കുക, ബലമായി പിടിക്കുക. അവിടെ പിടിച്ചു കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. ശരീരത്തിനെ ആശ്രയിക്കരുത്, മനസ്സിനെയും ആശ്രയിക്കരുത്. മനസ്സിനെ ആശ്രയിക്കൽ എന്താന്ന് വെച്ചാൽ ഇന്ന് ധ്യാനിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു, നാളെ ധ്യാനിക്കുമ്പോൾ സുഖമില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഡിപ്രസ്ഡായി ഞാൻ. അപ്പൊ എന്താണ്? ഞാൻ മനസ്സിനെ ആശ്രയിക്കുകയാണ്. മനസ്സിനെയും ആശ്രയിക്കരുത്. നല്ല ചിത്തവൃത്തികൾ യാതൊന്നിനെയും ആശ്രയിക്കരുത്. ചിത്തവൃത്തികളൊക്കെ ജഡമാണ്. അഹങ്കാരത്തിനെ ആശ്രയിക്കരുത്, അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയിൽ ഒന്നിനെയും ആശ്രയിക്കരുത്. ആശ്രയം അന്തര്യാമി രൂപത്തിൽ പ്രകൃതിക്ക് പ്രകാശമേകിക്കൊണ്ട് നിൽക്കുന്ന ജീവഭൂതാം മഹാബാഹോ യേതം ധാര്യത്തെ ജഗത്. എല്ലാത്തിനെയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന, ജീവനായി പ്രകാശിക്കുന്ന ഈശ്വര കല. ആ ജീവന്റെ സ്വരൂപത്തിനെ നമ്മൾ ശരിക്കും അറിയുകയാണെങ്കിൽ അതിനെയും കടന്ന് പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെയും നമുക്കറിയാൻ കഴിയും. അപ്പോ മൗനേന മജ്ജൻ മനസാ സ്വമൂല ചർച്ചൈവ സത്യാത്മവിചാരണം സ്യാത്. മൗനമായിട്ട്, മൗനം എന്ന് വെച്ചാൽ വാങ്മൗനം, മനോമൗനം എല്ലാം അടക്കം. അതുമല്ല, വാക്കിനെയോ മനസ്സിനെയോ ആശ്രയിക്കാതിരിക്കലാണ് മൗനം. യേശോഹം ഏതന്ന മമ സ്വരൂപം ഇതി പ്രമാ സത്യവിചാരണാംഗം. ഞാൻ ആത്മാവാണ് എന്ന് സോഹം സോഹം എന്ന് പറയുകയോ ഏതത് ന ഇതൊന്നും ഞാനല്ല എന്ന് നിഷേധിക്കുകയോ ചെയ്യുന്നതൊക്കെ സത്യവിചാരണ അംഗം. ആ ജ്ഞാനമൊക്കെ സത്യത്തിനെ പ്രാപിക്കാനുള്ള അംഗമാണ്. ഇന്നലെ പറഞ്ഞ് അമാനിത്വം അദംബിത്വം എന്ന് പറഞ്ഞ ലക്ഷണങ്ങളും ഒക്കെ അംഗമാണ്. പക്ഷെ യഥാർത്ഥ ജ്ഞാനം എന്താ? സ്വമൂല ചർച്ചയാണ് ആത്മവിചാരം. തന്റെ മൂലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. അതിന് പ്രാണൻ, മനസ്സ്, വാക്ക് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടണം. നിയന്ത്രിക്കൽ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കലാണ്, ആശ്രയിക്കാതിരിക്കൽ. അങ്ങനെ ആയാലേ സ്വരൂപത്തിൽ ചെല്ലുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അതിന്റെ അനുഭൂതി മണ്ഡലത്തിനെ പറയുകയാണ്.
ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം തത് പതേത് അഹന്ത പരിബുഘ്ന ശീർഷ അതാഹം അന്യത് സ്ഫുരതി പ്രകൃഷ്ടം നാഹങ്കൃതി തത് പരമേവ പൂർണം. நான் என்று வாயால் நவிலாதுள் ஆழ்மனத்தால் நான் என்றெங்குந்துமென நாடுதலே ஞான நெறியாம் அன்றிதுதான் நாம் அதுவென்று ഉന്നൽ തുണയാം അതു വിചാരമാമാ. ഇതിനു മുമ്പുള്ള ശ്ലോകത്തിന്റെ തമിഴാണത്. നാനാരെന മനമുൾ നാടി ഉളം നണ്ണവേ നാനാം അവൻ തലൈ നാണമുര. നാനാനാ தோன்றும் ஒன்று தானாகத் தோன்றினும் நான் அன்று பொருள் பூன்றம் அது தானாம் பொருள். പൂണ്രം എന്ന് വെച്ചാൽ പൂർണ്ണം. ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം. ഗവേഷണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ റിസർച്ചിനൊക്കെ ഗവേഷണം എന്ന് പറയും. വാക്കിനർത്ഥം പശുവിനെ തരിക എന്നാണ്. പണ്ടല്ലെങ്കിൽ എന്ത് റിസർച്ചാ ഉള്ളത്? രാവിലെ എണീറ്റ് ആ പശുവിനെ പുല്ല് തിന്നാനായി അഴിച്ചുവിടും. ചിലപ്പോ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാം, ചോദിച്ചു നടക്കും, കറുത്ത പശു ഈ വഴിക്ക് പോണത് കണ്ടുവോ ചോദിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ പശുവിനെ അന്വേഷണം ചെയ്തുകൊണ്ട് നടക്കും. അതാണ് ഗവേഷണം. രാവിലെ അഴിച്ചുവിട്ട പശുവിനെ വൈകുന്നേരം തെരഞ്ഞുകൊണ്ട് പോണതാണ് ഗവേഷണം. അതില് ആ വാക്ക് ബാക്കിയുള്ളിടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞ് റീസർച്ചായി ദിവസമുള്ള പരിപാടിയാണത്. അപ്പൊ അതുപോലെ ഗവേഷണാത് പ്രാപ്യ. ഇവിടെ ഗവേഷണം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടെ പറയാം. ഗോഹോ എന്നുള്ള വാക്കിന് പശു എന്നും സൂര്യകിരണം എന്നും ജ്ഞാനം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അങ്ങനെയാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിനൊക്കെ അർത്ഥം പറയണത്. അപ്പോ ഗവേഷണം എന്ന് വെച്ചാൽ ജ്ഞാനസ്ഫൂർത്തിയെ അന്വേഷിക്കൽ എന്നും അർത്ഥമുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഉള്ള സ്വരൂപ അന്വേഷണം, ചിത്തവൃത്തി, അഹങ്കാരവൃത്തിയെ മൂലത്തിലേക്ക് അന്വേഷിച്ച് ചെല്ലൽ ഗവേഷണമാണ്. അങ്ങനെ ഗവേഷണാത് പ്രാപ്യ ഹൃദന്തരം. ഗവേഷണം കൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോ എന്താവും? നമ്മളിങ്ങനെ കിണറ്റിൽ എത്തി നോക്കി പുറകെ കാല് പൊന്തിയാൽ എന്താവും? പ്രൊഫസർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞു, ഗാന്ധിജിയുടെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം രമണ മഹർഷിയെ കാണാനായിട്ട് വരുമ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മഹർഷിയുടെ മുമ്പ് മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും വരാൻ തോന്നിയില്ല. പക്ഷെ അടിമ ബുദ്ധി നമ്മളുടെ ഉള്ളിൽ ധാരാളമുണ്ട്. അദ്ദേഹം വലിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അഡിക്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലൗറേറ്റ്, വളരെ ബഹുമാനീയനായ ഒരു ഇംഗ്ലീഷ് ലിറ്റററി ജയന്റ് ആയിട്ടുള്ള ഒരാള് രമണ മഹർഷിയെ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. അപ്പൊ അദ്ദേഹം മഹർഷിയെ കാണാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, വളരെ പ്രമുഖനായ ഒരാള്, എനിക്കിപ്പോ പേരൊന്നും ഓർമ്മ വരണില്ല, അദ്ദേഹം പ്രൊഫസർ സ്വാമിനാഥനോട് പറഞ്ഞു കൊടുത്തു, അത്രയും മഹർഷിയെ കാണാൻ പോവാണെങ്കിൽ തനിച്ചു പോകരുത്, ഭാര്യയും കുട്ടികളെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോകൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടില് ഉള്ളതൊക്കെ വിട്ട് ഏകാന്തമായി കുറച്ചു നേരം ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോവാൻ പറയണമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൂട്ടിക്കൊണ്ടുപോവാൻ പറയണതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്ത എക്സാമ്പിൾ, ഈ ഊട്ടിയിലെ ദൊഡ്ഡപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, വളരെ ഉയരത്തിലുള്ള സ്ഥലം. അവിടുന്ന് ചുവട്ടിൽ നോക്കുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. ഒരു പോയിന്റ് ഉണ്ട്, അവിടുന്ന് ചുവട്ടിലേക്ക് നോക്കിയാൽ
തലചുറ്റും, ചിലപ്പോ വീണു പോകും. അതുകൊണ്ട് പുറകെ ആളെ പിടിക്കാനൊക്കെ വെച്ചിട്ട് വേണം നോക്കാൻ എന്നാണ്. അപ്പൊ അതുപോലെ ഈ ഭാര്യയും മക്കളെയൊക്കെ ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ചിലപ്പോ നോക്കിയാൽ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരുണ്ട്, മഹാഗർത്ത എന്നാണ്. മഹാഗർത്തം എന്ന് വെച്ചാൽ നല്ല ആഴമുള്ള ഗർത്തം, കുഴി. അതിലേക്ക് വീണാ പിന്നീട് കയറാൻ പറ്റില്ല എന്നാണ്. അതുപോലെ അപ്പൊ മഹർഷിയെ കാണാൻ ചെല്ലുമ്പോഴും വളരെ ജാഗ്രതയായിട്ട് ചെല്ലുക. ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് കുറെ ബന്ധങ്ങളൊക്കെ കൂടെ കൊണ്ടുപോവുക, എന്നാലേ ശരിയാവുള്ളൂ, തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നാണ്. പതേദഹന്ത പരിഭുഗ്ന ശീർഷ. ഇവിടെ ഭഗവാൻ തന്നെ പറയണതാണ്, എപ്പോ മനസ്സ് അതിന്റെ മൂലത്തിനെ കാണുന്നവരെ അത് ലോകത്തിലെ രുചിക്കുള്ളൂ. എപ്പോ അതിന്റെ മൂലത്തിനെ കണ്ടു കഴിഞ്ഞുവോ പിന്നെ അതിനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല ലോകത്തിലേക്ക്. പതേദഹന്ത പരിഭുഗ്ന ശീർഷ, തലകുത്തി ഹൃദയത്തിലേക്ക് മറിയും എന്നുവെച്ചാൽ ജീവൻ ഈശ്വരനിലേക്ക് പരിപൂർണമായും പ്രവേശിച്ചു കളയും. നദി സമുദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നദി എന്ന് വിളിക്കാൻ പറ്റില്ല. നാമരൂപമൊക്കെ പോയി പോകും. യഥാ നദ്യഹം സ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത് പരം പുരുഷം ഉപൈതി ദിവ്യം. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. ആ പരാത്പരനായ പുരുഷനെ ഹൃദയത്തിൽ കണ്ടു കഴിഞ്ഞാൽ, കാണുന്നവരെയെ ഇത് ലോകത്തിൽ വ്യവഹരിക്കും. ഹൃദയത്തിൽ തന്റെ മൂലത്തിനെ, ആത്മമൂലോ അവതുമാം പരാത്പര, ആ പരാത്പരൻ, നമുക്ക് ഇവിടെയൊക്കെ പരാത്പരൻ എന്നുള്ള വാക്ക് ഒരേപോലെ വരും. ആ പരാത്പരമായ വസ്തുവിനെ ഹൃദയത്തിൽ കണ്ടുകഴിഞ്ഞാൽ പതേദഹന്ത പരിഭുഗ്ന ശീർഷ, കൃഷ്ണനെ കണ്ട് ഗോപസ്ത്രീകളെ പോലെ ആയിപ്പോവും. അവിടെയും ഗോഹോ എന്നുള്ള വാക്കാണ്, ഗോപ. ചിത്തവൃത്തികൾ എപ്പോ ആത്മാവിനെ കണ്ടു കഴിയുന്നു, അപ്പൊ ചിത്തവൃത്തികളൊക്കെ ഗോപികകളായിട്ട് തീരും, ആത്മാ കൃഷ്ണനുമായിട്ട് തീരും. ചിത്തവൃത്തികൾ ആ ആത്മാവിനെ വിട്ടു നിൽക്കില്ല. അതാണ് പതേദഹന്ത പരിഭുഗ്ന ശീർഷ. ശീർഷ എന്ന് വെച്ചാൽ തല, പരിഭുഗ്നം എന്ന് വെച്ചാൽ കീഴായിട്ട്. പരിഭുഗ്ന ശീർഷമായ അഹന്ത അതിന്റെ മൂലത്തിലേക്ക് പതിക്കും. പിന്നീട് അഹന്ത ഉണ്ടാവാൻ പറ്റില്ല എന്നാണ്. ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പോലും പറ്റില്ല. അതിന് രമണ ഭഗവാൻ ഒരു ഉദാഹരണം പറയണത്, ഫോട്ടോ എടുത്തു വെച്ച നെഗറ്റീവ്, ആ നെഗറ്റീവ് സൂര്യപ്രകാശത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫോട്ടോ ആക്കാൻ പറ്റില്ല. അതേപോലെ ഈ വാസനാമയമായ സൂക്ഷ്മ ശരീരം എപ്പോ ചിത്തിന്റെ പ്രകാശത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിയുന്നുവോ, കാണിക്കപ്പെട്ട് കഴിയുന്നു, അതോടുകൂടെ അതിന് വീണ്ടും വ്യക്തിത്വം ഉണ്ടാക്കാനോ വാസനകളെ ജനിപ്പിക്കാനോ ബന്ധനമുണ്ടാക്കാനോ സാധ്യമല്ല. പതേദഹന്ത പരിഭുഗ്ന ശീർഷ. അഹന്ത പരിഭുഗ്ന ശീർഷമായി വീഴുന്ന സ്ഥലത്ത് അത് അന്യത് പ്രകൃഷ്ടം ജ്വലതി. അവിടെ ഭഗവാൻ പറഞ്ഞ് അതാഹമന്യത് സ്ഫുരതി പ്രകൃഷ്ടം. ആ അഹങ്കാരം ലയമാകുന്ന സ്ഥലത്ത് മറ്റൊന്ന് സ്ഫുരിക്കും എന്നാണ്. പ്രകൃഷ്ടം എന്ന് വെച്ചാൽ മറ്റൊന്നിന്റെയും സഹായമില്ലാതെ സ്വയമേവ സ്ഫുരിക്കും. പ്രകർഷേണ സ്ഫുരിക്കും എന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഈ ഭക്തന് തോന്നുന്നത്, ഞാനല്ല ഭഗവാനെ പ്രാപിച്ചത്, ഭഗവാനാണ് എന്നെ പ്രാപിച്ചത്. ഞാൻ സാധന ചെയ്ത് അത് നേടി എന്ന് തോന്നുന്നതിന് പകരം ഞാൻ സാധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ എന്നെ പ്രാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ കരുണ കൊണ്ടാണ് യേശ വൃണുതേ തേന ലഭ്യ തസ്സൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ആരാണോ ഈ ആത്മാവിനെ വരിക്കുന്നത് അവർക്ക് ഈ ആത്മാവ് സ്വയമേവ തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. യേശ വൃണുതേ യേശ സാധക ആത്മാനം വൃണുതേ സർവദാ
പ്രപദ്യത്തെ തസ്യേഷാത്മാ സ്വയം സ്വാം തണും വിവൃണുത്തെ. തന്റെ തന്നെ സ്വരൂപത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു, ഹൃദയത്തിൽ പ്രകാശിച്ചു കൊടുക്കുന്നു. ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ജീവനെ ഈ വസ്തു സ്വയം പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. അന്യത് സ്ഫുരതി പ്രകൃഷ്ടം, പ്രകൃഷ്ടമായി മറ്റൊന്നു സ്ഫുരിക്കുന്നു. ന അഹങ്കൃതി തത്, അത് അഹങ്കൃതിയല്ല എന്നാണ്. അത് അഹങ്കൃതിയല്ല, പിന്നെയോ പരമേവ പൂർണ്ണം പൂണ്ട്രമാം അത്ത് പൊരുൾ. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാക്കും. അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതം എന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓമിതി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല. ഈ അനുഭവത്തിനെയാണ് നാരായണഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതം എന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ്. ഇന്നലെ പറഞ്ഞുവല്ലോ, അത് സത്വമല്ല അസത്വമല്ല എന്ന് ഗീതയിൽ പറഞ്ഞുവല്ലോ. സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓമിതി മൃദുവായി അമർന്നിടേണം. തന്റെ സ്വരൂപത്തിൽ സ്വയമേവ താൻ അതായി ഇരിക്കൽ ആണ് സ്ഫുരതി പ്രകൃഷ്ടം നാഹങ്കൃതി. അതിനെ അനുഭവിക്കുന്ന ഒരാൾ അവിടെ രണ്ടാമതില്ല, അനുഭവിക്കുന്ന സാധകനില്ല. സാധകൻ നിന്ന് അനുഭവിച്ചാൽ കപടമാണ്. അതാണ് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തി രഹസ്യമോർത്തിടയണം. സ്വയം വ്യക്തിത്വം വെച്ച് പുലർത്തുന്നതാണ് ആ കാപട്യം വിട്ടുകളഞ്ഞ് സ്വരൂപത്തിൽ സ്വയമേവ ലീനമാകുന്ന അഹന്ത സ്വയം ശുദ്ധചിത്തായിട്ട് സച്ചിദാനന്ദമായിട്ട് സ്വയം പ്രകാശമാനമായ വസ്തുവായിട്ട് അവിടെ പ്രകൃഷ്ടമായിട്ട് പ്രകാശിക്കുന്നു. അതാണ് ന അഹങ്കൃതി തത്. അത് അഹങ്കൃതിയല്ല. ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ജ്ഞാനികളിൽ കാണുന്ന വ്യക്തിത്വം അഹങ്കൃതിയല്ല, പരമേവ പൂർണ്ണം, പൂർണ്ണമായ ആ ഈശ്വരസത്തയെ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഭഗവാൻ അംബരീഷ ചരിത്രത്തിൽ ദുർവാസാവിനോട് പറയണത്, അംബരീഷന്റെ ഹൃദയത്തിൽ അംബരീഷനില്ല ദുർവാസാവേ, ഞാനേ ഉള്ളൂ എന്നാണ്. എന്റെ ഹൃദയത്തിൽ ഞാനില്ല, അംബരീഷനേ ഉള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ അംബരീഷൻ ആത്മാവാണ്, ഞാനും ആത്മാവാണ്, രണ്ടുപേരും വേറെയല്ല. ഞാനീതു ആത്മൈവമേ മതം. വ്യക്തിത്വം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ദുർവാസാവ് കൃത്തികയെ പറഞ്ഞയക്കുമ്പോ അംബരീഷൻ അല്പമെങ്കിലും ഒന്ന് പേടിക്കേണ്ടതായിരുന്നു. നിൽക്കുന്ന ഇടത്തുനിന്ന് കാല് പുറകോട്ട് വെച്ചില്ല എന്നാണ് ഭാഗവതം പറയണത്. ആ കൃത്തിക തന്റെ നേരെ വരുമ്പോ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു അടി പുറകോട്ട് വെച്ചില്ല അത്രേ. ന ചചാലപദാൻ നൃപഹ, ഒന്ന് ചലിച്ചില്ല. എന്തുകൊണ്ടാ? അഹങ്കൃതി. ആ വ്യക്തിയിൽ അഹങ്കൃതിയില്ല. പിന്നെന്തുകൊണ്ട്? പരമേവ പൂർണ്ണം. ആ പൂർണ്ണവസ്തു മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. അവിടെ ഒരു വ്യക്തിത്വമില്ല, അവിടെ ഒരു ജീവാഹന്തയില്ല, ഒരു അഹങ്കാരമില്ല. പൂർണ്ണമായ ശുദ്ധചിത്ത്, പൂർണ്ണമായ ഈശ്വരൻ മാത്രമേ അവിടെ ഉള്ളൂ. കബീർ ഒരു പാട്ടിൽ പറയണു, രാമനേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കാൻ ഇടമില്ലാതായി എന്നാണ്. തൂ കർത്താ തൂ ഭയാം മുജുമേ രഹീനഹു. എല്ലാം അവിടുന്നാണെന്ന് പറഞ്ഞ് മുജുമേ രഹീനഹു. ഇപ്പൊ എന്നിൽ ഞാൻ ഇല്ലാതായിട്ട് തീർന്നു. അവിടെയും രാമനായി. രാമൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ രാമനല്ലാതെ ഒരു ഞാൻ ഇല്ലാതായിട്ട് തീർന്നു. ഒരു ഞാൻ ഇരിക്കാനിടമില്ലാതായിട്ട് തീർന്നു. അതാണ് സ്ഫുരതി പ്രകൃഷ്ടം. ഭഗവാനോട് പറഞ്ഞ് പ്രകൃഷ്ടമായി ഒന്ന് സ്ഫുരിക്കും. ന അഹങ്കൃതി തത്. അത് അഹങ്കൃതിയല്ല. പിന്നെയോ പൂർണ്ണം പരം, പരമേവ പൂർണ്ണം. ആ പരാത്പരമായ പൂർണ്ണവസ്തുവാണത്. പൂണ്ട്രമാം അത്ത് പൊരുൾ തോன்றுമത് താനാക തോன்றிനും നാൻ അன்று. മറ്റൊന്ന് തോന്നും, ആ തോന്നുന്നത് ഞാനല്ല, പിന്നെയോ പൂണ്ട്രമാം അത്തേ പൊരുൾ. ആ പൂർണ്ണമായ പൂണ്ട്രമാം താനാം പൊരുൾ. ആ താനാകുന്ന പൂർണ്ണവസ്തു
അവിടെ പ്രകാശിക്കും. ആ പ്രകാശത്തിനെ കണ്ടവർ തന്മയാനന്ദം അനുഭവിക്കുന്നവരാണ്. തന്നൈ അഴിത്തെഴുந்த തന്മയാനന്ദருக்கு என்னை உள்ளது ஒன்று இயற்றுதற்கு தன்னையலாது அந்நியம் ஒன்று அறியார் அவர் நிலைமை இன்னதென்று உன்னல் எவன். அகங்கிருதிம் யோ லசதி கிரசித்வா கிம் தஸ்ய காரியம் பரிசிஷ்டமஸ்தி கிஞ்சித் விஜானாதி சஹ ந ஆத்மனஹ அந்யத் തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമഃ കഃ. ഭഗവാൻ ചോദിക്കുകയാണ്, തന്നെ അഴിത്ത് എഴുந்த തന്മയാനന്ദർക്ക്, തന്റെ അഹങ്കാരത്തിനെ, അതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ. കുരിശിനെ രമണ ഭഗവാൻ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്, ഐ എന്നിട്ടിട്ട് വെട്ടുക എന്നാണ്. ആ അഹങ്കാരം when it is crucified, ego is crucified, and then has to happen the resurrection. വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പ്. അഹങ്കാരം മരിച്ചിട്ട് മരണത്തിനെ കണ്ട് ഞാൻ മരിച്ച് താൻ ഉണർന്നെഴുന്നേൽക്കലാണ്. അഹങ്കാരം പോയിട്ട് സ്വരൂപഭാസ്കരന്റെ ഉദയമാണ്. അതാണ് സ്വയം മരിച്ച് തന്നെ അഴിത്ത് എഴുந்த തന്മയാനന്ദർക്ക് എന്നൈ ഉള്ളത്. തന്നെ ഇല്ലാതാക്കിയിട്ട് തന്റെ സ്വരൂപ സാക്ഷാത്കാരം നേടി ഉദിച്ച് ഉയർന്ന തന്മയാനന്ദത്തിനെ പ്രാപിച്ച ജ്ഞാനികൾക്ക് ഇനി അവർക്ക് എന്താ അറിയാനുള്ളത്? അഹങ്കൃതിം യോ ലസതി ഗ്രസിത്വാ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി. ഇനി അവർക്ക് പരിശിഷ്ടമായി എന്താ ചെയ്യാനുള്ളത്? കിഞ്ചിത് വിജാനാതി സഹ ആത്മനഃ അന്യത്ത് ന കിഞ്ചിത് വിജാനാതി. ആത്മാവിൽ നിന്ന് അന്യമായി അവർ വേറെയൊന്നും അറിയുന്നില്ല. പക്ഷെ അവര് നമ്മളെ പോലെയാണല്ലോ വ്യവഹരിക്കുന്നതും ലോകകാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണുന്നത്. തസ്യ സ്ഥിതിം ഭാവയിത്വം ക്ഷമഃ കഃ. അവന്റെ സ്ഥിതിയെ ആ വസ്തു കാണാത്തവർക്ക് എങ്ങനെ ഭാവന ചെയ്യാൻ നോക്കും? അവരുടെ പ്രകാശമയമായ ലോകം സാധാരണ ജനങ്ങൾക്ക് ഇരുട്ടാണ്. സാധാരണ ജനങ്ങളുടെ ലോകം അവർക്കിരുട്ടാണ്. യാ നിശാ തസ്യ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. അപ്പൊ ആ മുനിയുടെ അലൗകികമായ യോഗമണ്ഡലം, ആ മുനിയുടെ അലൗകികമായ അനുഭൂതി ഭൂമിയെ ലൗകിക ചക്ഷുസ്സുകൊണ്ട് കാണാൻ പറ്റില്ല. അവന്റെ ആന്തരിക മണ്ഡലത്തിനെ അല്പം പോലും പരീക്ഷണം ചെയ്യാനോ ഊഹിക്കാനോ ഉള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് കേവലം ആ അലൗകികത കണ്ട് നമ്മളുടെ അഹങ്കാരം അല്പം അടങ്ങുന്നുണ്ടെങ്കിൽ അടങ്ങിക്കൊടുക്കുന്നതാണ് ഉത്തമം. അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ ആന്തരികത അനുഭൂതിയെ അളന്നു നോക്കാനോ പരീക്ഷിക്കാനോ പുറപ്പെടുകയേ അരുതെന്നാണ്. തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമഃ കഃ. അങ്ങനെയുള്ള ഒരാളുടെ സ്ഥിതിയെ എങ്ങനെ ഭാവന ചെയ്യും, എങ്ങനെ ഊഹിക്കും? യാതൊരു വിധത്തിലും ഊഹിക്കാനോ ഭാവന ചെയ്യാനോ സാധ്യമല്ല. അവർക്ക് വാസ്തവത്തിൽ അവരുടെ ശരീരത്തിനെയാണ് നമ്മൾ കാണുന്നത്, അവരുടെ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ കാണുന്നത്, അവരുടെ പ്രാരബ്ധത്തിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ പ്രാരബ്ധമല്ല, മറ്റുള്ളവരുടെ പ്രാരബ്ധമാണ്. പരേച്ഛാ പ്രാരബ്ധം എന്നാണ്. അവർക്ക് ശരീരമേ ഇല്ല. എപ്പം ജ്ഞാനം ഉണ്ടായോ, സാക്ഷാത്കാരം ഉണ്ടായോ, അതോടുകൂടെ അവരവരുടെ വ്യക്തിത്വത്തിനെയും ശരീരത്തിനെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവരവരുടെ ശരീരത്തിന് അറിയുന്നതേ ഇല്ല. പക്ഷേ മറ്റുള്ളവർ അവരുടെ ശരീരത്തിനെ കണ്ടിട്ട് അവർക്ക് ക്യാൻസർ വന്നു എന്നും അവർക്ക് കുഴപ്പങ്ങൾ വന്നു എന്നും അവർക്ക് പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നും പറയണു. അത് മറ്റുള്ളവരുടെ പ്രാരബ്ധമാണ്, ഈ കാണുന്നവരുടെ പ്രാരബ്ധമാണ്. ചില പ്രാരബ്ധം കൊണ്ടാണ് നമ്മൾ അവരുടെ കൂടെയൊക്കെ കൂടുന്നതേ. അപ്പൊ നമ്മളുടെ പ്രാരബ്ധം, നമ്മൾക്ക് എന്തൊക്കെ അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ടോ ആ പ്രാരബ്ധമൊക്കെ അവിടെ ഇമ്പോസായി കാണും. ആനന്ദമീമ എന്ന് പറഞ്ഞൊരു ജ്ഞാനിയായ ഒരു അമ്മ ബംഗാളിലുണ്ടായിരുന്നു. അവധൂതയായിട്ട് നടക്കായി. അമ്മ പറയും, എനിക്ക് ശരീരമില്ല, നിങ്ങളൊക്കെ കൂടെ ഭാവന ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇത്. ചുറ്റും ഭക്തന്മാര് ചിലതൊക്കെ ചോദിക്കുമ്പോ അവര് പറയും, നിങ്ങളുടെ ഭാവനയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ഇത് വെച്ച് കളിച്ചുകൊള്ളുക, എനിക്ക് ശരീരമൊന്നുമില്ല.
നിങ്ങൾ ഭാവന ചെയ്തതാണ്. നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് ഈ ശരീരം നിൽക്കുന്നത്. അപ്പോ അപ്പോ ആ അവസ്ഥയെ ഏത് ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും? ഏത് യുക്തി വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും? ഒരു ലോജിക്കും ഒരു യുക്തിയും അവിടെ ഫലിക്കില്ല. യാതൊന്നും ഫലിക്കില്ല. അതാണ് തസ്യസ്ഥിതിം ഭാവയിതും ക്ഷമക്കഃ. നമ്മൾ കാണുന്ന അവരുടെ ശരീര മനസ്സ് പ്രകൃതിയുടെയാണ്. അവരോ സ്വയമേവ ആത്മാകാരം പൂണ്ടവരാണ്. ദേഹീവ ദൃശ്യതേസൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ. ആചാര്യസ്വാമികൾ പ്രബോധസുധാകരത്തിൽ പറയുന്നു, ദേഹിയെ പോലെ കാണപ്പെടുന്നു, പക്ഷേ പരന്ത്വസൗ കേവലോ ഹി ആത്മാ, കേവലമായ ആത്മാവായി തീർന്നിരിക്കുന്ന അവനെ എങ്ങനെ ഭാവന ചെയ്യും? എങ്ങനെ ചിന്തിക്കും? എങ്ങനെ ഊഹിക്കും? എങ്ങനെ സ്പർശിക്കും? സാധ്യമല്ല. അപ്പോ അതാണ് തസ്യസ്ഥിതിം ഭാവയിതും ക്ഷമക്കഃ. തന്നെയല്ലാത് അന്യമൊன்றுം അറിയാർ അവർ നിലൈമൈ. ഇന്നതെன்று ഉന്നൽ എവൻ. അത് ഇന്ന പോലെയാണെന്ന് ആർക്ക്? ഉന്നൽ എന്ന് വെച്ചാൽ ഊഹിക്കുക, ചിന്തിക്കുക ആർക്ക് സാധിക്കും? അടുത്ത ശ്ലോകം നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിതസ്തി യഥാതവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.